Good morning. Good morning, ma'am. Okay, good morning. എല്ലാവരും പെട്ടെന്ന് കേറാം Good ക്ലാസ്. morning, ma'am. Okay. Good morning, Janaki. പെട്ടെന്ന് കേറാട്ടോ എല്ലാവരും. Okay. എന്നെയും കേൾക്കോളൂ കേട്ടോ ക്ലാസ്സില്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ എല്ലാവരുടെയും? കഴിച്ചോ ഭക്ഷണമൊക്കെ? കഴിച്ചു അല്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ട് വരണം കേട്ടോ ക്ലാസ്സിൽ ഇരിക്കുമ്പോ. രാവിലത്തെ ഫുഡ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഭക്ഷണം ശരിക്കും കഴിക്കണം രാവിലെ കേട്ടോ. ആ രാവിലെ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് അന്നത്തെ ഫുൾ ഡേക്കുള്ള എനർജി മുഴുവൻ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും രാവിലത്തെ ഫുഡ് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് കഴിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒരു കാര്യം പറയാണ്, ഇന്ന് നമുക്ക് 12 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. 12 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ആതിര മിസ് ലീവാണ് കേട്ടോ. ആതിര മിസ് ഉണ്ടാവില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടാവുള്ളൂ. ക്ലാസ് ഞാനായിരിക്കും കേട്ടോ എടുക്കുന്നത്. ഓക്കെ, 12 o'clock വരെ ഉള്ളൂ കേട്ടോ അന്നത്തെ ക്ലാസ്. മിസ് ലീവ് ആയതുകൊണ്ടാണ് ആ ക്ലാസ് ഞാനായിരിക്കും എടുക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. എല്ലാവരും പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ശരി, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? മെഡിക്കൽ ഇൻഷുറൻസ് ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആവാനായി. അതിന് കുറച്ച് ഭാഗം കൂടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. അപ്പൊ വലിയ കുഴപ്പമില്ലല്ലോ. മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ, അതിനെ പറ്റി നമ്മൾ പഠിച്ചു. തേർഡ് പാർട്ടി TPA, മെഡിക്കൽ ഇൻഷുറൻസിലെ TPA എന്നതിന്റെ ഫുൾ ഫോം തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് കേട്ടോ. ഓക്കെ, നമ്മൾ TPA പറ്റി മനസ്സിലാക്കി. ആരാണ് TPA എന്നൊക്കെ അറിയാലോ. ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡറിനും പറയുന്ന പോളിസി ഹോൾഡേഴ്സിനും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, അതായത് ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്? എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻസ് അല്ലെ, എന്തൊക്കെയാണ് അവരുടെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരു ക്ലെയിം എങ്ങനെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്, അതിന്റെ കുറച്ച് സ്റ്റെപ്സുകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ. പിക്ചറിലൂടെ നമ്മളത് മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഒരു എന്താണ് ബജാജ് അലയൻസ് അല്ലെ. ബജാജ് അലയൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം പ്രോസസ് നമ്മൾ കണ്ടിരുന്നു അല്ലെ. പിക്ചോറിയൽ ആയിട്ട് കണ്ടിരുന്നു. ആ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു നമ്മളിങ്ങനെ വരുന്ന പിക്ചറുകൾ അത് ഇമ്പോർട്ടന്റ് അല്ലാന്ന് വിചാരിക്കരുത്. പിക്ചറൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതിനുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പിക്ചർ അല്ലേ, അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട അങ്ങനെ വിചാരിക്കരുത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മള് എന്താ പറയാ, ഇൻഷുറൻസ് എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് അല്ലെ. ആദ്യം നമ്മൾ റേസിംഗ് എ ക്ലെയിം, ഫയലിംഗ് എ ക്ലെയിം, പിന്നെ നമ്മൾ അതിന് ഓതന്റിക്കേഷന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഡോക്യുമെന്റ്സുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും അല്ലെ. പിന്നെ അത് കമ്പനിയിലോട്ട് എത്തുമ്പോൾ കമ്പനി അത് കറക്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്യും, അത് ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ കമ്പനി അത് പ്രോസസ് ചെയ്യും അല്ലെ, അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടപരിഹാര തുക കൊടുക്കും അല്ലെ. അത് രണ്ട് രീതിയിൽ കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ഒന്നുകിൽ ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കാം അല്ലെ, ഒറ്റ തവണയായിട്ട് പേയ്മെന്റ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റാൾമെന്റ് അല്ലെ, പേ ഔട്ട് എന്നാണ് നമ്മൾ പറയാം അല്ലെ. എന്താണ് പേ ഔട്ട് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. Sum of the money given to a policy holder when a claim is accepted. Okay, ഒരു ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് ഓഫ് മണി, സം ഓഫ് മണി, അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന എമൗണ്ട് രണ്ട് രീതിയിൽ അവർക്ക് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ.
ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ ലംസം എമൗണ്ട്, ലംസം ഗ്രാൻഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലംസം എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ തവണയായിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് പോലെ റെഗുലർ പേയ്മെന്റ്സ് ആയിട്ടും കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ എസ് എ പോളിസി ഹോൾഡർ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ലാസ്റ്റ് 2 പോയിന്റുകൾ അവിടെ പറയുന്നത്, അല്ലെ? നമ്മൾ ഏതൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനേക്കാളും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കമ്പനിയുടെ ജെനുവിനിറ്റി നമ്മൾ പരിശോധിക്കണം, അല്ലെ? അതിനായിട്ട് നമ്മൾ അവിടുത്തെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസും മറ്റുമൊക്കെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമുക്കൊരു അത്യാവശ്യ സമയത്ത് ഒരുപാട് ഡിലേ വരാതെ പൈസ ലഭിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഇൻഷുറൻസ് കമ്പനി എത്രത്തോളം ജെനുവിൻ ആണെന്നും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രോസസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമ്മളിപ്പോ ഒരു ഓൺലൈൻ ആയിട്ടായാലും നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കമ്പനിയും ആ ഒരു ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സാധനം വാങ്ങുന്നത്, ഓർഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു പോളിസി ഹോൾഡർ ചെയ്യേണ്ടത്. പോളിസി എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ എന്താ പറയാ ആ ഒരു ട്രസ്റ്റ് വർത്തിനെസ്, അല്ലെ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മളൊരു എന്താ പറയാ ഇൻഷുറൻസ് കമ്പനിയിലൂടെ നമ്മുടെ എല്ലാ ഹാബിറ്റ്സുകളും, അല്ലെ, നമ്മുടെ ലൈഫ് സ്റ്റൈലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മറച്ചു വെക്കാതെ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം. കാരണം നമ്മൾ പറയുന്ന കാര്യത്തില് എന്തെങ്കിലും ഒളിച്ചു മറയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ പറയുന്ന കാര്യത്തിൽ ഫേക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ആ ഒരു പോളിസി വേണമെങ്കിൽ റദ്ദാക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എസ് എ പോളിസി ഹോൾഡർ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലാസ്റ്റ് 2 പോയിന്റുകളായിട്ട് പറയുന്നത്. ഓക്കെ, അത്രയുള്ള കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റല് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജർ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതോടുകൂടി ചാപ്റ്റർ നമ്മുടെ അവസാനിക്കും. ഓക്കെ, ഞാൻ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല ക്ലാസ്സിൽ. ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും പഠിക്കാതെ ഇരിക്കരുത് കേട്ടോ. എടുക്കുന്ന കാര്യങ്ങള് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമയം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വായിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം 1 2 പ്രാവശ്യം വായിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു തന്നെ പോണം കേട്ടോ, ഓർപ്പിച്ച് പോണം. അതല്ലെങ്കിൽ ലാസ്റ്റ് എക്സാമിന്റെ സമയമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും കേട്ടോ. പ്രത്യേകിച്ച് 3rd 4th മൊഡ്യൂളിന്റെ പ്രത്യേകത അറിയാലോ. 1st and 2nd മൊഡ്യൂൾ പോലത്തെ ചാപ്റ്റേഴ്സ് എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ആ സമയത്തേക്കായിട്ട് എല്ലാം കൊണ്ട് വെക്കരുത്. പഠിക്കുന്ന കാര്യങ്ങള് പഠിപ്പിക്കുന്ന കാര്യങ്ങള് ഒരു പ്രാവശ്യം അത് തന്നെ വായിച്ചു പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടെ ടൈമിനനുസരിച്ച്. നിങ്ങൾക്ക് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ശരിയാണ്. അതിന്റെ ഇടയിൽ നിങ്ങൾ കുറച്ച് സമയം അതിന് വേണ്ടി കണ്ടെത്തണം കേട്ടോ. അടുത്ത നോക്കാം, റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജർ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. എന്തൊക്കെയാണ് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അഥവാ ഒരു ഇൻഷുറൻസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം ഓരോ പോയിന്റും കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് and designing, implementing and training hospital staff on insurance protocols. എന്താണ് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ്, റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ്. അതെ, അതായത് ഇൻഷുറൻസ് പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രവർത്തനങ്ങളില് മേൽനോട്ടം വഹിക്കുക, അല്ലെ, സൂപ്പർവൈസ് ചെയ്യുക. അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അഥവാ ഇൻഷുറൻസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെ. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക, അല്ലെ. പിന്നെന്താണ് പറയുന്നത്? ഡിസൈനിങ്. എന്താണ് ഇവിടെ ഡിസൈനിങ് ഉദ്ദേശിക്കുന്നത്? ഡിസൈനിങ് എന്ന് പറയുമ്പോൾ രൂപകൽപ്പന ചെയ്യാന്നുള്ള അർത്ഥമാണ്, അല്ലെ. ഇവിടെ ഡിസൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകള്, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങള് നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറുകളും, അല്ലെ, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങള് അല്ലെങ്കിൽ മറ്റുള്ള പ്രക്രിയകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് ഇവിടെ ഡിസൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിസൈൻ ചെയ്യുന്ന വെച്ചാൽ രൂപകൽപ്പന ചെയ്യുന്നത്. എന്താണ് ഡിസൈൻ ചെയ്യുന്നത്? ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ നല്ല രീതിയിൽ ചെയ്യുന്നതിനായിട്ട് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറുകളും പോളിസികളും പ്രോസസ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള പോളിസികളൊക്കെ ഹോസ്പിറ്റലിൽ ഡെവലപ്പ് ചെയ്യാം കേട്ടോ. അതാണ് ഇവിടെ ഡിസൈനിങ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്?
ഇംപ്ലിമെന്റിങ്. അങ്ങനെ ഡിസൈൻ ചെയ്താൽ മാത്രം മതിയോ? പോരാ. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കുന്ന ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു പ്രൊസീജിയറുകളും പോളിസികളും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെ? നടപ്പിലാക്കണം അവിടെ, അല്ലെ? ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം. പിന്നെന്താണ്? ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്, അല്ലെ? ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ചിട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യും, അല്ലെ? കാര്യം ഇതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ച് എന്താണ്? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ആർക്കുള്ളതാണ്? ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അഥവാ ഇൻഷുറൻസ് മാനേജർക്കുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ പോയിന്റ്? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് and designing, implementing and training hospital staff on insurance protocols. Clear ആയോ പറഞ്ഞത്? സിമ്പിൾ പോയിന്റ് ആണ്. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താണ് പറയുന്നത്? ഒരു ഹോസ്പിറ്റലില് ഇൻഷുറൻസ് കവറേജ് ഉള്ള പേഷ്യൻസുകള്, അതുപോലെ തന്നെ മറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? അവർക്കുള്ള മെഡിക്കൽ സേവനങ്ങളുടെ അഡ്മിനിസ്ട്രേഷനില് എന്ത് ചെയ്യുക? നേതൃത്വം വഹിക്കുക, അല്ലെ? സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇൻഷുറൻസ് കവറേജ് ഉള്ള പേഷ്യൻസുകൾ ഉണ്ടാവും, മറ്റ് ഈ പറയുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് നൽകേണ്ട മെഡിക്കൽ സേവനങ്ങളുടെ അഡ്മിനിസ്ട്രേഷനില്, അവർക്ക് കൊടുക്കേണ്ട മെഡിക്കൽ സേവനങ്ങളുടെ അഡ്മിനിസ്ട്രേഷനില് മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, കോർപ്പറേറ്റ് പേഷ്യന്റ്, അല്ലെ? എന്താണ് ഈ കോർപ്പറേറ്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാല്? കോർപ്പറേറ്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ചില പേഷ്യൻസിന് എന്താണ് അവരുടെ എംപ്ലോയ്മെന്റിന്, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇൻഷുറൻസ് കവറേജ് ഒക്കെ കിട്ടും, അല്ലെ? അതായത് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഒക്കെ കൊടുക്കും അവരുടെ ആസ് എ പാർട്ട് ഓഫ് ദെയർ എംപ്ലോയ്മെന്റ്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അവരുടെ കമ്പനി, അവര് ജോലി ചെയ്യുന്ന കമ്പനി തന്നെ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ടാവും, അല്ലെ? അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് കേട്ടോ അവിടെ കോർപ്പറേറ്റ് പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് കവറേജ് ഉള്ള പേഷ്യൻസിനും മറ്റ് കസ്റ്റമേഴ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന്, നൽകുന്നതിന് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. അതാരുടെ ഉത്തരവാദിത്വമാണ്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് എന്ന മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും പോയിന്റ് മനസ്സിലാവത്തില്ലെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് ഇടാം കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ്, അല്ലെ? പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ്. നമ്മൾ നേരത്തെ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസിംഗ് കണ്ടില്ലേ? ആ രീതിയിൽ പേഷ്യന്റിന്റെ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ നല്ല രീതിയിൽ പ്രോസസ് ചെയ്യുക, അല്ലെ? നല്ല രീതിയിലുള്ള പ്രോസസിംഗ്, അതിന് മേൽനോട്ടം വഹിക്കേണ്ടത് അദ്ദേഹമാണ്. മേൽനോട്ടം വഹിക്കല്ല, അതിനുള്ള റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനാണ് ഉള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ, ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്, അല്ലെ? ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് വളരെ നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക, അല്ലെ? കാര്യം നമുക്കറിയാം, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയുമായിട്ട് പല പല പേഷ്യൻസ് പല ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസികളും പല പല ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികളൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, അല്ലെ? എക്സിക്യൂട്ടീവ്, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം, അല്ലെ? നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കിയേ, ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതിലൂടെ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ സംതൃപ്തി മാക്സിമൈസ് ചെയ്യണം എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ ആ ഒരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യണം, അല്ലെ? വർദ്ധിപ്പിക്കണം. കാര്യം എന്താണ്? അവർക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഏറ്റവും നല്ല പിന്തുണ കൊടുക്കുക. ഓക്കെ, ഏറ്റവും നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരുടെ ഇൻഷുറൻസ് പ്രോസസ്സുകളൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും സ്മൂത്ത് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും, അല്ലെ? അങ്ങനെയാണ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടു മാക്സിമൈസ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി മാക്സിമൈസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ഓക്കെ, പിന്നെന്താണ്? ടു എൻഹാൻസ്
the image of the hospital. അതാണ് to enhance the image of the hospital. ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം. ആ രീതിയിൽ എന്താണ് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇമേജ് എൻഹാൻസ് ചെയ്യുക, അല്ലെ? ഹോസ്പിറ്റലിന്റെ ഇമേജ് എൻഹാൻസ് ചെയ്യുക, പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. ഓക്കെ, പിന്നെന്താണ്? ടു റിവ്യൂസ് ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുർ ദ ആക്യുറസി അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ്. ആണ് പറയുന്നത് ടു റിവ്യൂസ് ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുർ ആക്യുറസി അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ്. ഇനി ഈ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ആ എഗ്രിമെന്റ് അനുസരിച്ചുള്ള കൃത്യത ഉറപ്പുവരുത്താനായിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ അവലോകനം ചെയ്യുക, അല്ലെ? നമ്മൾ ഈ കാണുന്ന ചാപ്റ്ററിന്റെ തുടക്കമേ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് അതൊരു എഗ്രിമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്തൊരു കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണോ ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പാക്കാൻ കൃത്യമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്തിരിക്കണം. ആ ഒരു എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പാക്കാനായിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ അവലോകനം ചെയ്യുക. അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഇൻഷുറൻസ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, ഇനി പറയുന്നത് ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ്. അതായത് ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ്, പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് എത്രയും പെട്ടെന്ന് ആരെ അറിയിക്കാം? മാനേജ്മെന്റിനെ അറിയിക്കുക കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അറിയിക്കുക. ഓക്കെ, പിന്നെ പറയുന്നത് ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ് കേട്ടോ. അതായത് മാസ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാല് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ മാസം മന്ത്ലി റിപ്പോർട്ടുകളൊക്കെ കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ പറയുന്നത് എന്താണ്? ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ഓർ എക്സ്റ്റേണലി. എന്താണ് പറയുന്നത്? ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഇൻഷുറൻസ് പ്രസന്റേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക കേട്ടോ. എന്നുവെച്ചാൽ ആളുകൾക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്താ പറയുക പ്രോസസ്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഇൻഷുറൻസ് പ്രസന്റേഷൻസുകളൊക്കെ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസന്റേഷൻസിൽ പങ്കെടുക്കുക, അറ്റൻഡ് ചെയ്യുക. അത് പ്രത്യേകം പറയുന്നത് ഇന്റേണലി ഓർ എക്സ്റ്റേണലി. ഇന്റേണലി എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനകത്തും ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പുറത്തും ഇപ്പൊ ഈ പറയുന്ന ഇൻഷുറൻസ് പ്രസന്റേഷൻസുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ അറ്റൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റേണലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റലിനകത്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അതിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒരു പരിശീലനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റേണലി അങ്ങനെയുള്ള ഇൻഷുറൻസ് പ്രസന്റേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഹോസ്പിറ്റലും ചെയ്യണം. ആളുകൾക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാനുണ്ടാവും, പല എൻക്വയറീസും ഒക്കെ ഉണ്ടാവും. അതിനെ പറ്റിയൊരു ക്ലിയറൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനുള്ള ഇൻഷുറൻസ് പ്രസന്റേഷൻസുകളെ കണ്ടക്ട് ചെയ്യുന്നതും അറ്റൻഡ് ചെയ്യുന്നതും. അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? എക്സിക്യൂട്ടീവ് മാനേജറുടെ, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, to attend and organize the insurance presentation internally or externally. Clear? അടുത്തത് കേട്ടോ. To conduct departmental meetings weekly. അതാണ് to conduct the departmental meetings weekly. ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകൾ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു വീക്കിലി മീറ്റിംഗ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പൊ വീക്കിലി കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാ പ്രൊഫഷണലുകൾക്കും ആ ഒരു എന്താ പറയുക മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ? എല്ലാവർക്കും ഈ പറയുന്ന ഇൻഷുറൻസ് സംബന്ധമായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അവരുടേതായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ എന്താ പറയാ ഡിസ്കഷൻസും ഒക്കെ നടത്താനായിട്ട് എന്ത് ചെയ്യാം? വീക്കിലി മീറ്റിംഗ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകൾ കണ്ടക്ട് ചെയ്യാം. ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പിന്നെ പറയുന്നത് എന്താണ്? ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ്. അതാണ് ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ്. അതായത് ഇൻഷുറൻസ് ഡിസ്കൗണ്ടുകള് അതുപോലെ തന്നെ റിജക്ഷൻസ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ബജാജ് അലയൻസിന്റെ പ്രോസസ്സ് കണ്ടില്ലേ? അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിജക്ഷൻ വരാം. റിജക്ഷൻ വരാൻ അവർ ഡിനൈ ചെയ്യാം.
അപ്പൊ അങ്ങനെയുള്ള റിജക്ഷൻസ്, ഇൻഷുറൻസ് സംബന്ധമായിട്ട് വരുന്ന റിജക്ഷൻസ്, ഡിസ്കൗണ്ടുകള്, അതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും, കൃത്യമായിട്ട് അത് വിലയിരുത്തി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ റിജക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ റിഡ്രസ് പ്രോസസ് ഒക്കെ ചെയ്യുക, പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ് ഓൺ ദി സിസ്റ്റം. ഇപ്പൊ എല്ലാം നമ്മൾ സിസ്റ്റം വൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അപ് ടു ഡേറ്റ് ആണോ എന്നുള്ളത് ഉറപ്പാക്കണം. അപ് ടു ഡേറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എന്താണ് അതിൽ വരുന്ന മാറ്റങ്ങള്, സ്കീമുകളിൽ തന്നെ പല പല ചേഞ്ചസുകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ സിസ്റ്റത്തിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അപ് ടു ഡേറ്റ് ആണോ എന്നുള്ളത് ഉറപ്പാക്കുക, സിസ്റ്റത്തില് അപ് ടു ഡേറ്റ് ആണെന്നുള്ളത് ഉറപ്പാക്കുക. ഓക്കെ, പിന്നെ എന്താണ്? ടു പ്രൊവൈഡ് റിക്വയർഡ് ട്രെയിനിങ് ടു സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ. നമ്മൾ തുടക്കം പറഞ്ഞൊരു പോയിന്റ് ആണ്. ടു പ്രൊവൈഡ് റിക്വയർഡ് ട്രെയിനിങ് ടു ദ സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ. അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിൽ ഈ പറയുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലേ, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്. അസ്യൂം ന്യൂ റെസ്പോൺസിബിലിറ്റീസ് ആസ് ആൻഡ് വെൻ നീഡഡ്. അതാണ് അസ്യൂം ന്യൂ റെസ്പോൺസിബിലിറ്റീസ് ആസ് ആൻഡ് വെൻ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. ഓക്കെ, അത് ഇൻഷുറൻസ് സംബന്ധമായിട്ട് പുതിയ വല്ല റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർക്ക് ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. ടോട്ടലി ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നാ നമ്മൾ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലില് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസിനും സൂപ്പർവൈസ് ചെയ്യുക അല്ലെ. അതിന്റെ ഡിസൈനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ നിർവഹിക്കാനായിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറുകളും പ്രോസസ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അതിനെ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ. നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, നടപ്പിലാക്കണം. പിന്നെ എന്താണ്? ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഇൻഷുറൻസ് കവറേജ് ഉള്ള പേഷ്യൻസിന്, അതുപോലെ തന്നെ മറ്റ് കസ്റ്റമേഴ്സിന് മെഡിക്കൽ സേവനങ്ങൾ, അവർക്കായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങളുടെ അഡ്മിനിസ്ട്രേഷന്റെ സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യുക. അതിനായിട്ട് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അതിലൂടെ പേഷ്യന്റിന്റെ സംതൃപ്തി മാക്സിമൈസ് ചെയ്യാൻ, അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനെ ഉയർത്തുക. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുക. പിന്നെന്താണ്? ഈ പറയുന്ന എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പാക്കാനായിട്ട്, അതായത് ഇൻഷുറൻസിന്റെ ഒരു പോളിസി എഗ്രിമെന്റ് ഉണ്ടല്ലോ, ആ എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പാക്കാനായിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ അവലോകനം ചെയ്യുക. അതായത് തെറ്റായിട്ടുള്ള ക്ലെയിമുകളൊന്നും നടത്തുന്നില്ല, കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അത് പാലിക്കുന്നുണ്ട്, ആ ഒരു കൃത്യത ഉറപ്പാക്കണം അല്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഷുറൻസുകൾ ചിലപ്പോൾ ക്ലെയിം ചെയ്താൽ തന്നെ റിജക്ഷൻ സംഭവിക്കും. അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ച് റിജക്ഷൻ വരാതെ അത് നമുക്ക് എന്ത് ചെയ്ത് കിട്ടണം? പ്രൊസീഡ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പാക്കാനായിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ അവലോകനം ചെയ്യണം. അതുപോലെ ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാനേജ്മെന്റിനെ അറിയിക്കുക. പിന്നെ മാസ റിപ്പോർട്ടുകൾ, മന്ത്ലി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ ഇന്റേണലി ആയിട്ടും എക്സ്റ്റേണലി ആയിട്ടും, ദാറ്റ് മീൻസ് വിത്തിൻ ദ ഹോസ്പിറ്റലും ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റലും ഇൻഷുറൻസ് പ്രസന്റേഷൻസുകളൊക്കെ കണ്ടക്ട് ചെയ്യുക കേട്ടോ. ഇൻഷുറൻസ് പ്രസന്റേഷനുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസന്റേഷൻസിൽ പങ്കെടുക്കുക. പിന്നെ ഈ പറയുന്ന വീക്കിലി ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകൾ കണ്ടക്ട് ചെയ്യുക. പിന്നെ ഇൻഷുറൻസ് സംബന്ധമാക്കിയ ഡിസ്കൗണ്ട്സ്, റിജക്ഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുക. പിന്നെ ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അപ് ടു ഡേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്ത് വെക്കണം അല്ലെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഇൻഷുറൻസ് ക്ലെയിമുകളൊന്നും ശരിയായ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും സിസ്റ്റത്തിൽ അപ് ടു ഡേറ്റ് ആണെന്നുള്ളത് ഉറപ്പാക്കുക. പിന്നെ ഈ പറയുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫ് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരികയാണെങ്കിൽ അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതൊക്കെയാണ് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അഥവാ ഇൻഷുറൻസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ്.
ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ? എങ്ങനെ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാം? താഴെ തന്നിരിക്കുന്നവയില് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോ അത് ഓരോ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, എല്ലാത്തിലും ഏകദേശം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് കയറി വരും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ചേ, ആ പോയിന്റുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഓക്കെ ആണോ നോക്കി? എന്തെങ്കിലും പോയിന്റുകൾ ക്ലിയർ ആവാത്തതെങ്കിൽ ചോദിക്കാം. ടു മിനിറ്റ്സ് ഒന്ന് വായിക്കട്ടോ, ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ നോക്കട്ടോ. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ ചാപ്റ്റർ കുറച്ച് വലിപ്പം ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് കുറെ ടേംസുകളൊക്കെ പരിചയപ്പെട്ടു. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. BBC മാർക്ക് കിട്ടും, അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതുപോലെ തേർഡ് പാർട്ടി ക്ലെയിം, ഓരോ ആ ടേംസുകൾ അത് കറക്റ്റ് ആയിട്ട് നോക്കട്ടെ. ആരാണ് ഇൻഷുർഡ്, ആരാണ് ഇൻഷുറർ, ആരാണ്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മള് വെയിറ്റിംഗ് പീരീഡ് ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ. സാധാരണ ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ചെലവുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പൊതുവെ കവർ ചെയ്യപ്പെടാത്ത കാര്യങ്ങൾ അത് നമ്മൾ പഠിച്ചിരുന്നു. വെയിറ്റിംഗ് പീരീഡ് എന്താണ് അല്ലെ, വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ പ്രധാനപ്പെട്ട 2 ഇൻഷുറൻസ് സ്കീമുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തു. ESI വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ESI നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ CGHS അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം പഠിച്ചു. RSPY പഠിച്ചു, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്താണ്, പിന്നെ ഒരു ഇൻഷുറൻസ് ക്ലെയിമിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് അല്ലെ. പിന്നെ നമ്മൾ കണ്ടത് ലാസ്റ്റ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇത് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിനകത്തേക്ക് പോവാം കേട്ടോ. ഓക്കെ ആണ്, ശരി. അപ്പൊ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഇതാണ്, ചാപ്റ്റർ നമ്പർ 7 ട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ചാപ്റ്റർ നമ്പർ 7 ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഇതാണ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഈ ചാപ്റ്റർ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ചാപ്റ്റർ ആണ്. പിന്നെ എന്താ പറയാ, കുറച്ച് ബോറിംഗ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ക്വാളിറ്റി അതിന്റെ മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതുമായിട്ട് ഏകദേശം ഒരു എന്താ പറയുക കണക്ഷൻ ഉള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മൊഡ്യൂൾ 3 പഠിക്കാനുണ്ട്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH എന്ന് പറഞ്ഞിട്ട് കേട്ടോ. NAB, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NAB എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക്. അതും ഇത് ഏകദേശം ഒരു പോലെ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിൽ പറയുന്ന കുറെ കണ്ടന്റുകൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്തും പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ടും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. ഈ 2 ചാപ്റ്റർ ഒരുപോലെ ബോറിംഗ് ആണ് ശരിക്കും. ഓക്കെ, വലുപ്പമുണ്ട്, വലിയൊരു ചാപ്റ്ററും ആണ്. നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് പഠിക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഇതായിട്ട് പറയല്ല കേട്ടോ, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത് രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഒരു പേനയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിലൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പയ്യെ തുടങ്ങാം. ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് വാട്ട് ഈസ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതിനൊരു കറക്റ്റ് ഡെഫിനേഷൻ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. പക്ഷെ എങ്കിലും നമുക്ക് വേണമെങ്കിൽ പറയാം, ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥാപനത്തിനുണ്ട് അല്ലെ. അതൊക്കെ ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഏതൊരു സ്ഥാപനം എടുത്താലും അവർക്ക് എന്താണ് ക്വാളിറ്റി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ.
ക്വാളിറ്റി മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അക്രഡിറ്റേഷൻ, അംഗീകാരം, സർട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. ശരിയായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ അക്രഡിറ്റേഷൻ അത് ബാധിക്കും, ഒരു അംഗീകാരത്തിനെ ബാധിക്കും. ചിലപ്പോൾ നമ്മുടെ ലൈസൻസ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ സേവനങ്ങൾ ലഭിക്കുന്ന ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ ഏതൊരു സ്ഥാപനത്തിന് ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്. നമ്മളിവിടെ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിലെ ക്വാളിറ്റി മാനേജ്മെന്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം, എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ്? ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ്, ശ്രദ്ധിച്ച് കേൾക്കാട്ടോ, ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് എന്തൊക്കെയാണ്? അസസിങ്, ഇംപ്രൂവിങ്, മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് അസസിങ്, പിന്നെന്താണ്? ഇംപ്രൂവിങ്, പിന്നെന്താണ്? മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് ദ ഹെൽത്ത് കെയർ സർവീസസ്. ഓക്കെ, എന്ന് പറഞ്ഞാല് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഓക്കെ, ശരി, അതായത് ഒരു എന്താ പറയാ, ഒരു ശരിയല്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഓർഡർ ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും എല്ലാം അതിനാവശ്യമാണ്. ആ രീതിയിലാണ് നമ്മൾ ക്വാളിറ്റി മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണെന്ന് പറയുന്നത്. എന്തിന്റെയൊക്കെ സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്? ഒന്ന് നമ്മൾ പറഞ്ഞത് അസസിങ് അല്ലെ. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിലയിരുത്തുക അല്ലെ. അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളായിക്കോട്ടെ. ഒരു ഹെൽത്ത് കെയർ ഫീൽഡ് ആണെങ്കിൽ നമ്മൾ സേവനങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ പ്രോഡക്റ്റുകൾ ഉണ്ട്, ഇപ്പൊ മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മള് അല്ലെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളിലായിക്കോട്ടെ, പ്രോഡക്റ്റിലായിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അസസ് ചെയ്യണം അല്ലെ. അതിന്റെ ക്വാളിറ്റി നമ്മൾ വിലയിരുത്തണം. അപ്പൊ അതിനകത്ത് വരുന്നുണ്ട് അസസിങ് വരുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്? ഇംപ്രൂവിങ്. ഇങ്ങനെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ, ഓക്കെ, ഇങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് വീക്കർ ഏരിയാസ് ഏതൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഒരു ഹെൽത്ത് കെയർ ഫീൽഡില് വീക്കർ ആയിട്ടുള്ള ഏരിയാസ്, ചില മെച്ചപ്പെടുത്താനുള്ള ചില ഏരിയകൾ ഉണ്ടാകും അല്ലെ. എല്ലാം ഒരുപോലെ മെച്ചപ്പെടുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ അസസ് ചെയ്യുമ്പോൾ, വിലയിരുത്തുമ്പോഴാണ് നമുക്ക് എന്താണ് മെച്ചപ്പെടുത്തേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, ഇംപ്രൂവ് ചെയ്യണം, മെച്ചപ്പെടുത്തണം അല്ലെ. അതാണ് ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വീക്കർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവിടെ കൂടുതൽ ഇംപ്രൂവ്മെന്റുകൾ, മെച്ചപ്പെടുത്തലുകൾ നടത്താം. അതാണ് അവിടെ ഇംപ്രൂവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? മെയിൻറ്റെയിനിങ്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. അതിലൂടെ നമ്മൾ ഏറ്റവും ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണ സേവനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. വളരെ എന്താ പറയാ, കൺസിസ്റ്റന്റ് ആയിട്ട്, അത് വളരെ കണ്ടിന്യൂസ് ആയിട്ട്, തീർച്ചയായിട്ട് വളരെ ഒരു കൺസിസ്റ്റന്റ് മാനറിൽ നമ്മൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിനായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. എന്തിനുള്ളതാണ്? അസസിങ്, ഇംപ്രൂവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ സർവീസസ് അല്ലെ. ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ആരോഗ്യ പരിചരണം ഉറപ്പാക്കുന്നതിനായിട്ടുള്ള അസസിങ്ങും ഇംപ്രൂവിങ്ങും മെയിൻറ്റെയിനിങ്ങും എല്ലാം അടങ്ങുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പ്രാധാന്യം? എന്താണ്? ഒരു ഹെൽത്ത് കെയർ ഫീൽഡിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ പേഷ്യൻസിനെ ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകള് അല്ലെങ്കിൽ അവരുടെ സംതൃപ്തികളെ ഏറ്റവും നല്ല രീതിയിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ, നിർവഹിക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സേവനം ആയിക്കോട്ടെ, ആ രീതിയിൽ വേണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് ആ ക്വാളിറ്റി മാനേജ്മെന്റിന് അത്രയേറെ പ്രാധാന്യം അവിടെ വരുന്നത് അല്ലെ. അതായത് രോഗികളെ സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം അല്ലെ, അവർക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, അത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ വേണം നമ്മൾ അവർക്ക് ഒരു സേവനങ്ങളായിക്കോട്ടെ നമ്മൾ കൊടുക്കാനായിട്ട്.
ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ക്വാളിറ്റി മാനേജ്മെന്റ് അത്രയേറെ പ്രാധാന്യം വരുന്നത് ഹെൽത്ത് കെയർ ഫീൽഡിൽ. ഹെൽത്ത് കെയർ ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഉണ്ട്, പക്ഷെ ഹെൽത്ത് കെയർ ഫീൽഡിൽ അത് കുറേ കൂടെ പ്രാധാന്യമുണ്ട് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ തന്നെ കിട്ടുള്ളൂ, അംഗീകാരം കിട്ടുള്ളൂ കേട്ടോ. ആ അംഗീകാരത്തിനനുസരിച്ചാണല്ലോ പിന്നീട് അവർക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി തന്നത് മാത്രം എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് ക്വാളിറ്റി, ഇതേ കാര്യങ്ങൾ തന്നെ എവിടെയും പഠിക്കുന്നുണ്ട്, ക്വാളിറ്റി അഷുറൻസിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി അഷുറൻസിൽ ലാബിനൊക്കെ നിങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഏകദേശം പഠിക്കുന്നത് കേട്ടോ. ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഇവിടെ ചില പോയിന്റുകൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ രണ്ടും കണക്റ്റഡ് ആണ്. ഏത് പഠിച്ചാലും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലെ, ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ക്വാളിറ്റി ഓഫ് കെയർ, ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, പിന്നെ നമ്മൾ ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസസിന്റെ കമ്പോണൻസിനെ പറ്റി പഠിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് സർവീസസിന്റെ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്, ആ കമ്പോണന്റുകളെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ ഒരു ഹെൽത്ത് സർവീസ് അത്രയും ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ക്വാളിറ്റി നിശ്ചയിക്കുന്ന ചില കമ്പോണൻസുകൾ ഉണ്ട്. ഒരു 9ഓളം കമ്പോണന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ആ കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? പിന്നെ നമ്മൾ പഠിക്കുന്നത് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. അതായത് ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ പല പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ നോക്കിക്കാണുകയാണ്. പല പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ 3 പേരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഈ പറയുന്ന പേഷ്യന്റിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില്, പിന്നെ ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഹോസ്പിറ്റലിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അവരെങ്ങനെയാണ് ക്വാളിറ്റീനെ മനസ്സിലാക്കുന്നത്, വിലയിരുത്തുന്നത്. പിന്നെ ഒരു ഹെൽത്ത് കെയർ മാനേജർ, നമ്മൾ തന്നെയായാലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിൽ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്സ് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വീക്ഷണകോണുകൾ വ്യത്യാസമുണ്ട് അല്ലെ. ചില ആൾക്കാർ ചില സംഭവങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കും കാണുന്നത്, മറ്റു ചില ആൾക്കാർ വളരെ വിമർശനാത്മകമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. എന്നതുപോലെ ക്വാളിറ്റീനെ പലരുടെ വ്യൂ പോയിന്റിൽ നോക്കി കാണുന്നുണ്ട്. അതൊരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് ഒരു ക്വാളിറ്റീനെ കാണുന്നത്, ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ് ക്വാളിറ്റീനെ കാണുന്നത്, ഒരു ഹെൽത്ത് കെയർ മാനേജർ എങ്ങനെയാണ് ക്വാളിറ്റീനെ നോക്കി കാണുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കുന്നത് അക്രഡിറ്റേഷനെ പറ്റിയാണ്. അത് എവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്? ക്വാളിറ്റി അഷുറൻസിനകത്തും പഠിക്കുന്നുണ്ട്. അംഗീകാരം, അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ എന്താണ്? ആ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ചില ഏജൻസികളുണ്ട് കേട്ടോ. അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഏജൻസികളുണ്ട്. ആ കുറച്ച് ഏജൻസികളെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു ക്വാളിറ്റി മെഷർ ചെയ്യുന്നത്, അതിന് നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്, അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഈ സെയിം വേർഡ് തന്നെ ക്വാളിറ്റി അഷുറൻസിനകത്ത് വരുന്നുണ്ട്, സെയിം കാര്യം തന്നെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ ക്വാളിറ്റീനെ നമ്മൾ അളക്കുന്ന, മെഷർ ചെയ്യുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 32 എണ്ണം പഠിക്കാനുണ്ട്, 32. ഓക്കെ, 32 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിന് നമുക്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ KPI എന്നാണ് പറയാ കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയാ. ആ 32 എണ്ണം പഠിക്കാനുണ്ട്, അവിടെ ഉണ്ട്. ആ 32 എണ്ണം പോയിന്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് ഒരു ഫോർമുലകളൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്, ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ചാപ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കിട്ടിയില്ലേ? ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? കേട്ടപ്പോ ബോറടിച്ചോ? ബോറിംഗ് ആയോ? എന്താണൊന്നും ഇണ്ടാക്കാൻ? ഓക്കെ, ശരി. അപ്പൊ ഒരു ഐഡിയ ഉണ്ടായല്ലോ. ഈ ഐഡിയ വെച്ച് നമുക്ക് അങ്ങ് പഠിക്കാം കേട്ടോ. കുഴപ്പമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറെയൊക്കെ ഇങ്ങനെ നീട്ടിപ്പരത്തി എഴുതിയിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നോക്കാം നമുക്ക്. വാട്ട് ഈസ് ക്വാളിറ്റി? ഓക്കെ, എന്താണ് ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റി? നമുക്കറിയാവുന്നതാണല്ലേ എന്താണ് ക്വാളിറ്റി. നമുക്ക് എല്ലാവർക്കും ക്വാളിറ്റി എന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ക്വാളിറ്റി. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഇതാണ് അവിടെ കൊടുത്തേക്കുന്നത്, നമുക്ക് വായിക്കാം. ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ശരിയാണല്ലേ? ഒരു സാധാരണ, അതന്നെ കറക്റ്റ് ആണ് കേട്ടാ.
അതന്നെ. ഒരു സാധാരണക്കാരനെ പറ്റി സാധാരണ ഒരു മനുഷ്യരെ പറ്റി എന്താണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഭവം എത്രത്തോളം നല്ലതാണ് അല്ലെ, ഗുഡ് തിങ് അല്ലെ, എത്രത്തോളം അത് നല്ലതാണ്, അതാണ് നമ്മളുടെ ക്വാളിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, ദിസ് ക്യാൻ ബി എ സർവീസ് അല്ലെ, ദിസ് ക്യാൻ ബി എ സർവീസ്. ഞാൻ എക്സാമ്പിൾ പറയുന്നത് ക്യാൻ ബി സർവീസ് ഒരു പ്രോഡക്റ്റ്. എക്സാമ്പിള് റിസ്റ്റ് വാച്ച്. ഇപ്പൊ ഒരു കാര്യം എത്രത്തോളം നല്ലതെന്ന് പറയുന്നത് അതൊരു പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സേവനമാവാം അല്ലെ. കെയർ ഫീൽഡ് ആകുമ്പോൾ കൂടുതൽ എന്താണ് അവിടെ ഒരു സർവീസ് ആണ് അല്ലെ. ഒരു എക്സാമ്പിൾ പറയുന്നത് ക്യാൻറ്റീൻ സർവീസ്. നമ്മളിപ്പോ പറയുന്ന ഒരു ക്യാൻറ്റീൻ സർവീസ് നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ്. എന്തുകൊണ്ടായിരിക്കും നമ്മളത് ക്വാളിറ്റി ഉള്ള സർവീസ് ആണെന്ന് പറയുന്നത്? എന്ത് കാരണം കൊണ്ടായിരിക്കും? ചിലപ്പോൾ അവിടുത്തെ ഫുഡ് നല്ലതായിരിക്കും അല്ലെ, നല്ല നല്ല ഫുഡ് ഐറ്റംസ് ആയിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടാവാം. അത് ഏറ്റവും വളരെ ഹൈജീനിക് ആയിട്ടായിരിക്കും, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല എന്താ പറയുക രുചികരമാവുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ അവര് ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ചിലപ്പോൾ നല്ലതായിരിക്കും, എന്ന് വെച്ചാൽ നല്ല രീതിയിലായിരിക്കും അവരത് പ്രസന്റ് ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ, നല്ല എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലായിരിക്കും അവിടുത്തെ ആളുകള് ആ ഒരു ഫുഡ് സപ്ലൈ ചെയ്യുന്നതും നമ്മളോട് പ്രവർത്തിക്കുന്ന ആ ഒരു ഹോസ്പിറ്റാലിറ്റി വളരെ അടിപൊളിയായിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്ന ആ ഒരു സർവീസ് നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള സർവീസ് ആണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടായിരിക്കും പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ആവാം. ഇപ്പൊ നമ്മൾ ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മളൊരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്, പല കാര്യങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ അതിന്റെ വിലയായിരിക്കാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളത് കൊണ്ടാവാം, നല്ല പെർഫോമൻസ് ഉണ്ടാവാം അതിന് അല്ലെ. പിന്നെ നമ്മളുടെ പല സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ പല നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളത് നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. പിന്നെ എന്താണ് പറയുന്നത്? എ പേഴ്സൺസ് ജഡ്ജ്മെന്റ് അബൌട്ട് എ സർവീസ് ഓർ എ പ്രോഡക്റ്റ് റിലൈസ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. ഇതൊന്നും പഠിക്കാനുള്ള കാര്യങ്ങളല്ല, ജസ്റ്റ് അതിനെ പറഞ്ഞത് മാത്രം, ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഇപ്പൊ ഒരു സർവീസിനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഒരു വ്യക്തിയുടെ ജഡ്ജ്മെന്റ് അല്ലെ, അവരുടെ ആ ഒരു എന്താ പറയാ അസസ്മെന്റ്, ജഡ്ജ്മെന്റ് അത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? ആ വ്യക്തി എന്താണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെ. ഒരു വ്യക്തി ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന്, ആ ഒരു സർവീസിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ് ആ ഒരു വ്യക്തിയുടെ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള ക്വാളിറ്റി നമ്മൾ പറയുന്നത്, ജഡ്ജ്മെന്റ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങും, ഞാൻ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങാണ്. ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഞാൻ പറയണത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എന്റെ സാറ്റിസ്ഫാക്ഷൻ, എന്റെ ചില ആവശ്യകതകൾ അത് നിറവേറ്റുന്നുണ്ട്. ഞാൻ വാങ്ങിച്ച ആ ഒരു പ്രോഡക്റ്റ്, എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ എക്സ്പെക്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം എനിക്ക് അതിന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ സാറ്റിസ്ഫാക്ഷൻ അത് ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിലാണ്, അതാണ് എന്റെ കാഴ്ചപ്പാട്. ഞാൻ പറയുന്നത് എനിക്കത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. കാര്യം നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില പ്രതീക്ഷകളുണ്ട് അല്ലെ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണോ അതിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആവുള്ളൂ അല്ലെ. ശരിയല്ല. അപ്പൊ എനിക്കത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്റെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് അല്ലെ. അതുകൊണ്ടാണ് അവർ പറയുന്നത് വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. നമ്മൾ അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി, അതിന്റെ ജഡ്ജ്മെന്റ്, അതൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഒരു സർവീസ് ആയിക്കോട്ടെ, അതിനെ പറ്റി നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ എന്താണ്? സം ഓഫ് ദ വേർഡ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ക്വാളിറ്റി ആർ. നമ്മൾ പൊതുവെ ക്വാളിറ്റീനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില വേർഡ്സുകൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ പലപ്പോഴും ഒക്കെ നമ്മളൊക്കെ പറയുന്ന വാക്കുകളാണ് അല്ലെ. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ് അല്ലെ. നമ്മൾ പറയാം വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ അട്രാക്റ്റീവ് ആണ്. അതൊക്കെ ഒരു തരത്തിൽ നമ്മൾ എന്തിനെ എക്സ്പ്രസ് ചെയ്യുന്നത്? ക്വാളിറ്റീനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ. ക്വാളിറ്റീനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. അല്ലെങ്കിൽ ഡ്യൂറബിൾ ആണെന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറയാറുണ്ട് ഡ്യൂറബിൾ ആണ്, അത്യാവശ്യം എന്താ പറയാ കുറെ കാലം നിൽക്കുന്നുണ്ട്. ഡ്യൂറബിൾ ആണ്, ഒത്തിരി കാലം നിൽക്കുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റിനെയാണ് നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സുകൾ അല്ലെ. ഈ പറയുന്ന നിലവാരം, സ്റ്റാൻഡേർഡ്സുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള നിലവാരം അത് മീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ക്വാളിറ്റിനെയാണ് നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ ഹെൽത്തി. എന്തെങ്കിലും ഒരു ഫുഡ് നമ്മൾ പറയാം നല്ല ഹെൽത്തി ഡയറ്റ് ആണ്, അത് നല്ല ഹെൽത്തി ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഹെൽത്തി എന്ന് പറയുന്നത്? അതിന്റെ ക്വാളിറ്റിയാണ് നമ്മളവിടെ പറയുന്നത് അല്ലെ. ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്, അതിനെയാണ് നമ്മൾ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പറയുന്നത് വാല്യൂ ഫോർ മണി അല്ലെ. നമ്മൾ കൊടുക്കുന്ന പണത്തിന് ഉള്ള വാല്യൂ ഉണ്ട്, നമ്മളിപ്പോ ചെലവാക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം ഇതിന് നമുക്ക് കിട്ടുന്നുണ്ട്
എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സംഭവമാണ്. നമ്മൾ എത്ര പൈസ കൊടുത്താലും അതിനുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് നമ്മളോട് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നമ്മൾ എന്താണ് ക്വാളിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്ന വാക്കുകളാണ്. ഓക്കെ, ഇതൊന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, ഡ്യൂറബിൾ, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തി, വാല്യൂസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കിയേ, though the different words are used to describe the quality, we should describe it as the extent to which a product or service contents a person or a group. That is, how much satisfaction the person receives from the service. കേട്ടോ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളിപ്പോ ക്വാളിറ്റി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പല പല വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ എങ്കിൽ കൂടി എന്താണ് നമ്മളുടെ പ്രതീക്ഷകള്, അല്ലെ, നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ നീഡ്സിന് അത് എത്രത്തോളം മീറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റി പറയുന്നത്. ഓക്കെ, അതിനകത്ത് വേറൊന്നുമില്ല കേട്ടോ. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് അതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. നമുക്ക് നെക്സ്റ്റിലോട്ട് പോകുന്നത് എപ്പോഴെങ്കിലും ഇപ്പൊ ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. നമുക്കൊരു 11:30 ആവുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാം. കാര്യം 12 മണി വരെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 11:30 ആവുമ്പോൾ ഒരു 5 മിനിറ്റ്സ് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ക്ലാസ് നോക്കാം കേട്ടോ. വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ, ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരമുള്ള പരിചരണം. എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഐഡിയ വേണം നമുക്ക് അല്ലെ, അതാണ് അവിടെ അത്ര എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്വാളിറ്റി ഓഫ് കെയർ എന്താണ് നോക്കിക്കേ. when we say the quality of care, we mean health care activities that we in the medical, nursing, laboratory fields etc. execute daily to benefit our patients without causing harm to them. അല്ലെ, അതൊരു ഡെഫിനേഷൻ ഒന്നുമല്ല. എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന മെഡിക്കൽ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡ് ആണല്ലോ, അതിന്റെ ക്വാളിറ്റി ഓഫ് കെയർ ആണ് നമ്മൾ പറയുന്നത്. സോ മെഡിക്കൽ, അതുപോലെ തന്നെ നഴ്സിംഗ്, പിന്നെന്താണ് ലബോറട്ടറി. ഇത് മൂന്നും ആയിക്കഴിഞ്ഞാൽ ഏകദേശം എന്തായി? ഒരു ഫുൾ ഹെൽത്ത് കെയർ ആയി അല്ലെ. മെഡിക്കൽ, നഴ്സിംഗ്, അതുപോലെ തന്നെ ലാബ്. ഈ പറയുന്ന 3 മേഖലകളിൽ നിന്നുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങള് രോഗികൾക്ക് ഏറ്റവും പ്രയോജനകരമാവുന്ന രീതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് യാതൊരു വിധത്തിലും ദോഷം വരുത്താതെ ഏറ്റവും പ്രയോജനകരമാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നിത്യവും ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. അതാണ് അവിടെ ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ, അതുപോലെ തന്നെ നഴ്സിംഗ്, ലാബ് അല്ലെ. ഈ പറയുന്ന 3 മേഖലകളിൽ നിന്നുമുള്ള ആരോഗ്യ സംരക്ഷണ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങള് രോഗിക്ക് ഏറ്റവും പ്രയോജനകരമാവുന്ന രീതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് യാതൊരു വിധത്തിലും ദോഷം വരുത്താതെ നിത്യവും നടപ്പിലാക്കുക അല്ലെ, ഡെയിലി അത് നടപ്പിലാക്കുക എന്നതാണ് അവിടെ ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? അതാണ് അവിടെ പറഞ്ഞത്. When we say the quality of care, we mean that health care activities അല്ലെ, നമ്മൾ കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ഫീൽഡിലുള്ളതാണ്? മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ് ദാറ്റ് എക്സിക്യൂട്ട് ഡെയിലി ടു ബെനിഫിറ്റ് അവർ പേഷ്യൻസ് അല്ലെ. നമ്മുടെ പേഷ്യൻസിന് ഏറ്റവും ഗുണകരമാവണം, അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടണം. വിത്തൗട്ട് കോസിംഗ് ഹാം ടു ദം അല്ലെ, അവർക്ക് ഒരു വിധത്തിൽ എന്ത് വരാൻ പാടില്ല? ദോഷം വരാനായിട്ട് പാടില്ല. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു മുടക്കവും വരുത്താതെ ഡെയിലി നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് അവിടെ ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു കൺസിസ്റ്റൻസി ഇപ്പോഴും എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. ഇനി നോക്കിയേ, ക്വാളിറ്റി ഓഫ് കെയർ റിക്വയർസ് that we pay the attention to the requirements of patients and clients അല്ലെ. നമ്മളൊരു ക്വാളിറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയർ നമ്മൾ കൊടുക്കണമെങ്കിൽ എന്ത് നമ്മൾ ആദ്യം ചെയ്യണം? ഈ പറയുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലയൻസിന്റെ, നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസ് ആണ് അല്ലെ, അവരുടെ ആവശ്യകതകളിൽ ശ്രദ്ധ ചെലുത്തണം. ഇപ്പൊ നമ്മൾ നേരത്തെ ക്വാളിറ്റി പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു അല്ലെ, ഓരോരുത്തരും ക്വാളിറ്റി എങ്ങനെയാ പറയുന്നത്? അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ആവശ്യകതകൾ എത്രത്തോളം മീറ്റ് ചെയ്യുന്നു, അവരെന്ത് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് കെയർ ഉറപ്പാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണ് അത് നമ്മൾ തിരിച്ചറിയണം അല്ലെ. അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ എന്ത് കൊടുക്കണം? ശ്രദ്ധ ചെലുത്തണം. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കെയർ കൊടുക്കാൻ.
അപ്പോഴാണ് അവരെ സംബന്ധിച്ച് അത് ക്വാളിറ്റി ഓഫ് കെയർ ആയിട്ട് മാറുള്ളൂ. ശരിയല്ലേ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ക്വാളിറ്റി ഓഫ് കെയർ റിക്വയർസ് ദാറ്റ് വി പേ ദ അറ്റൻഷൻ, അല്ലെ, നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്തിന്, ടു ദ റിക്വയർമെന്റ്സ് ഓഫ് പേഷ്യൻസ് ആൻഡ് ക്ലയൻസ്, അല്ലെ, പേഷ്യൻസിന്റെ ക്ലയൻസിന്റെ റിക്വയർമെന്റ്സിന് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഓക്കെ, പിന്നെന്താണ്, വി മസ്റ്റ്, അതൊരു കാര്യമാണ്. പിന്നെ പറയുന്നത് എന്താ, വി മസ്റ്റ് ആൾസോ യൂസ് ദ മെത്തേഡ്സ് that have been verified to be safe, affordable and can lessen deaths, illness and disability, അല്ലെ. പിന്നെ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻസിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെ, അവരുടെ സുരക്ഷിതത്വം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ. അവരുടെ സുരക്ഷിതത്വം, അതുപോലെ അവർക്ക് അഫോർഡബിൾ ആവണം, അല്ലെ. എന്ത് പരിചരണം കൊടുക്കുകയാണെങ്കിലും എന്ത് സേവനങ്ങൾ കൊടുക്കുകയാണെങ്കിലും അവർക്കത് കൈപ്പറ്റണമെങ്കിൽ അത് അഫോർഡബിൾ ആവണം, അല്ലെ, അവർക്ക് താങ്ങാവുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ലെസ് ഡെത്ത്സ്, ഇൽനെസ് ആൻഡ് ഡിസേബിലിറ്റി, അല്ലെ, ഈ പറയുന്ന മരണങ്ങള്, അസുഖങ്ങള്, വൈകല്യങ്ങള്, അതൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള മെത്തേഡ്സുകൾ വേണം നമ്മൾ അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലെ. എപ്പോഴാണ് ക്വാളിറ്റി വരുള്ളൂ, അല്ലെ, ക്വാളിറ്റി ഓഫ് കെയർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ, അല്ലെ. എന്താണ് പറയുന്നത്, പേഷ്യൻസിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ അവരുടെ സേഫ്, അവരുടെ സുരക്ഷിതത്വം, അവർക്ക് അതുപോലെ അഫോർഡബിൾ ആവണം, അതുപോലെ മരണങ്ങള്, അസുഖങ്ങള്, വൈകല്യങ്ങള് എന്നിവ കുറയ്ക്കുന്ന രീതിയിലുള്ള എന്താ പറയാ മെത്തേഡുകളാണ് നമ്മൾ, ആ രീതിയിലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്തുകൊണ്ട് വേണം അവർക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെന്താണ് പറയുന്നത്, furthermore we are expected to practice as stated into set the standards as laid down by the clinical guidelines and protocols. അത് വേറൊന്നുമല്ല പറയുന്നത്, health care practices that should follow the established guidelines and protocols. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ആരോഗ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, അല്ലെ, കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് അനുസരിച്ചിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ കൃത്യമായിട്ടുള്ള ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കാനായിട്ട്, കെയർ കൊടുക്കാനായിട്ട്, അല്ല. അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി ഇല്ലാന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത്, വി ആർ എക്സ്പെക്ടഡ് ടു പ്രാക്ടീസ് ആസ് സ്റ്റേറ്റഡ് ടു സെറ്റ് ദ സ്റ്റാൻഡേർഡ്സ് ആസ് ലേഡ് ഡൗൺ ബൈ ദ ക്ലിനിക്കൽ ഗൈഡ്ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾസ്. അതായത് കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങളും പ്രോട്ടോകോൾസും അനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അല്ലെ, ആ ഒരു മാനദണ്ഡങ്ങളുണ്ട്. അതിനനുസരിച്ച് കൊണ്ടാവണം നമ്മുടെ എല്ലാവിധ ഹെൽത്ത് കെയർ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്, അല്ലെ. സ്റ്റാൻഡേർഡ് ഇല്ല, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ആരോഗ്യ പരിചരണങ്ങൾ ആളുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പോഴേ നമുക്ക് അതിന്റെ ക്വാളിറ്റി ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ISO സ്റ്റാൻഡേർഡ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഗോൾഡ് ആവുമ്പോ PSI മുദ്ര കൊടുക്കുന്നില്ല, അത് പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ PSI സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ISO സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത്. എന്തുപോലെ ഹെൽത്ത് കെയർ പരിചരണങ്ങൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോഴാണ് അതിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? പിന്നെ നോക്കിക്കേ, വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ വി ഡു ദ എക്സാക്ട് തിങ്സ് അറ്റ് ദ എക്സാക്ട് ടൈം, അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ നിലവാരത്തോടു കൂടി കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം, അല്ലെ. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫീൽഡ് ആവുമ്പോൾ നമ്മളൊരു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഡയഗ്നോസിസ് കൃത്യമായിട്ട് നടത്തേണ്ട സമയത്ത് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് കുറെ കഴിഞ്ഞ് പേഷ്യന്റിന്റെ സ്ഥിതിയൊക്കെ വഷളായിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടോ ഡയഗ്നോസ് ചെയ്തിട്ടോ കാര്യമില്ല, അല്ലെ. അതുകൊണ്ട് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ഈ ചെക്ക് ദ പേഷ്യൻസ് പ്രോംപ്റ്റ്ലി, അതുപോലെ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പേഷ്യൻസിന് ചെക്ക് ചെയ്യാം, അല്ലെ, അവരെ നമ്മൾ എക്സാമിൻ ചെയ്യാം. അസുഖമായിട്ടൊക്കെ വരുന്ന സമയത്ത് ഡിലേ വരാതെ പെട്ടെന്ന് തന്നെ പ്രോംപ്റ്റ്ലി ഉടനടി തന്നെ അവരെ നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മേക്ക് ദ റൈറ്റ് ഡയഗ്നോസിസ്, കൃത്യമായിട്ടുള്ള രോഗനിർണയങ്ങൾ നടത്തുക. പലപ്പോഴും എന്താണ്, രോഗനിർണയം കറക്റ്റ് അല്ലാത്തതിന്റെ പേരിൽ അസുഖങ്ങൾ വർദ്ധിച്ച് മരണപ്പെടുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ രോഗത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഡയഗ്നോസിസ് കറക്റ്റ് ആവാന്നുള്ളത്, അല്ലെ. ഡയഗ്നോസിസ് എപ്പോഴും കറക്റ്റ് ആവണം. സോ മേക്ക് ദ റൈറ്റ് ഡയഗ്നോസിസ്, അല്ലെ, കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് സമയത്തിന് ചെയ്യുക. ആൻഡ് ഗിവ് ദ ആപ്റ്റ് ട്രീറ്റ്മെന്റ്, അതിനനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത്. കൃത്യമായ സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഉടനടി തന്നെ പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യുക, ശരിയായിട്ടുള്ള, അതായത് കറക്റ്റ് ആയിട്ടുള്ള രോഗനിർണയങ്ങൾ നടത്തുക, ശരിയായ അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് അവിടെ ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കേട്ടോ. പിന്നെന്താണ്, വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ വി കീപ് ഓൺ എൻഹാൻസിങ്
our standards of services till the excellence is got. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു മികവ്, ഓക്കെ, ആ മികവ് നിലനിർത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ്, സർവീസുകളുടെ സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഏറ്റവും മികച്ചതിലേക്ക് എത്തുന്നത് വരെ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എങ്ങനെ സ്റ്റാൻഡേർഡ് എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? എന്നിട്ട് ഏറ്റവും മികച്ചത് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ എത്തിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ക്വാളിറ്റി ഓഫ് കെയർ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന മെഡിക്കൽ, നഴ്സിംഗ്, ലാബ്, അല്ലെ, ഈ പറയുന്ന 3 ഫീൽഡിൽ നിന്നുമുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങള് ഈ രോഗികൾക്ക് ഏറ്റവും പ്രയോജനകരമാവുന്ന രീതിയിൽ അവർക്ക് ദോഷമൊന്നും വരുത്താതെ ഡെയിലി എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെ, ദിവസവും നടപ്പിലാക്കുക. അതാണ് അവിടെ ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് എന്ത് വേണം? നമ്മൾ രോഗികളുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എന്തൊക്കെയാണുള്ളത് അതിന് നമ്മൾ ശ്രദ്ധ ചെലുത്തണം, അല്ലെ? അതിന് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം, ശ്രദ്ധ കൊടുക്കണം. അത് മാത്രമല്ല അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മരണങ്ങള്, അസുഖങ്ങള്, വൈകല്യങ്ങള് കുറയ്ക്കുന്ന രീതിയിലുള്ള മെത്തേഡ്സുകൾ ഫോളോ ചെയ്തുകൊണ്ട് വേണം അവർക്കൊരു സേവനങ്ങൾ കൊടുക്കാനായിട്ട്. ഓക്കെ, പിന്നെന്താണ്? കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്തുകൊണ്ട് വേണം ഏതൊരു ആരോഗ്യ പ്രവർത്തന സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെന്താണ്? കൃത്യമായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുക, ശരിയായിട്ടുള്ള ഡയഗ്നോസിസ് നടത്തുക, ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഒന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ചേ. When we say the quality of care, we mean healthcare activities that we in the medical, nursing, laboratory fields, etc. executed daily to benefit our patients without causing harm to them. Quality of care requires that we pay the attention to the requirements of patients and clients. Okay, we must also use the methods that have been verified to be safe, affordable, and can lessen deaths, illness, and disability. Furthermore, we are expected to practice as stated and to set the standards as laid down by the medical guidelines and protocols. പിന്നെന്താണ്? With the quality of care, we do the exact things at the exact time. Right? We check the patient promptly, make the right diagnosis, and give the right treatment. Okay. With the quality of care, we keep on enhancing our standard of services till the excellence is got. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. വേറെ അതിനൊന്നും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ? നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ഭാഗം, ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഇതാണ്. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ്. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ്. ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് സേവനങ്ങളുടെ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? ഒരു 9 കമ്പോണന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറയുന്ന കമ്പോണന്റുകൾ ഒരുമിച്ച് ഗ്യാദർ ചെയ്യുമ്പോൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ക്വാളിറ്റി, ഒരു ഹെൽത്ത് സർവീസിന്റെ ക്വാളിറ്റി അവിടെ സാധ്യമാകുന്നത്. ഓക്കെ, അപ്പൊ ആ കമ്പോണന്റുകൾ 9 എണ്ണമുണ്ട്. ആ 9 കമ്പോണന്റുകൾ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെ കമ്പോണന്റുകൾ, താഴെ പറയുന്ന ഏതൊക്കെ കമ്പോണന്റുകളാണ് ഒരു ക്വാളിറ്റി, ഹെൽത്ത് സർവീസിന്റെ ക്വാളിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കമ്പോണന്റുകൾ താഴെ പറയുന്നവർ ഏതൊക്കെയാണ്? അങ്ങനെയാണ് ചോദിക്കാം. ഓക്കെ, നോക്കാം. ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് ഹാസ് മെനി പാർട്സ്. We should understand these in order to refine the quality of care. നമ്മളിപ്പോ ക്വാളിറ്റി ഓഫ് കെയർ എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ? അത് കൂടുതൽ റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുക, ദാറ്റ് മീൻസ് അത് കൂടുതൽ മെച്ചപ്പെടുത്താം അല്ലെ? അതിനായിട്ട് നമ്മൾ അതിന്റെ കമ്പോണന്റുകൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, the parts are listed in the box below. We shall look briefly at each of the parts. അപ്പൊ നിങ്ങൾക്ക് അതൊരു പോയിന്റിന് പകരം ഒരു ബോക്സിലായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പോയിന്റുകൾ മാത്രമാണ് അത് നോക്കി വെക്കുക. ഏതൊക്കെയാണോ 9 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് 9 പോയിന്റ്? ഫസ്റ്റ് വൺ വരുന്നത് ആക്സസ് ആണ് കേട്ടോ. ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എൻട്രി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ, അത് എന്തൊക്കെയാന്ന് നമുക്ക് പറയാം. ആക്സസ് ഫസ്റ്റ് കമ്പോണന്റ്. പിന്നെ വരുന്നത് ടെക്നിക്കൽ കോമ്പിറ്റൻസ്. അതാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതികമായിട്ടുള്ള മികവ് അല്ലെ, സാങ്കേതികമായിട്ടുള്ള കഴിവ്. ഓക്കെ, പിന്നെന്താണ്? ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വം അല്ലെ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വമാണ് അല്ലെ, തുല്യതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഇഫക്റ്റീവ്നെസ് അല്ലെ, ഇഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി അല്ലെ, ഫലപ്രാപ്തി. പിന്നെന്താണ്? എഫിഷ്യൻസി അല്ലെ, എഫിഷ്യൻസി, കാര്യക്ഷമത അല്ലെ, എഫിഷ്യൻസി.
ഒരു കമ്പോണന്റ് ആണ്. പിന്നെന്താണ് കണ്ടിന്യൂവിറ്റി. കണ്ടിന്യൂവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയാണ് അല്ലെ, തുടർച്ചയാണ്. പിന്നെ സേഫ്റ്റി അല്ലെ, സേഫ്റ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് അല്ലെ. സുരക്ഷിതത്വം അല്ലെ, ആരുടെ സുരക്ഷിതത്വം? രോഗിയുടെ സേഫ്റ്റി അല്ലെ, സേഫ്റ്റി. പിന്നെന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ഇന്റർപേഴ്സണൽ റിലേഷൻസ് അത് എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? ഇന്റർപേഴ്സണൽ റിലേഷൻസ്. പിന്നെന്താണ് അമ്യൂണിറ്റീസ്. എന്താണ് അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല്? ഫെസിലിറ്റീസ് ആണ് കേട്ടോ, സൗകര്യങ്ങൾ കേട്ടോ, അതാണ് സൗകര്യങ്ങൾ. ഇതൊക്കെയാണ് 9 കമ്പോണന്റ്. ഇതൊക്കെയാണ് ആലോചിച്ച് നോക്കി ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ എക്സ്പ്ലനേഷൻ കിട്ടുമ്പോൾ കുറെ കൂടെ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് 9 കമ്പോണന്റ്സ്? ആക്സസ് അല്ലെ, പിന്നെന്താ ടെക്നിക്കൽ കോമ്പീറ്റൻസ്, പിന്നെ ഇക്വിറ്റി അല്ലെ, സമത്വം, പിന്നെന്താണ് ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും, പിന്നെന്താണ് കണ്ടിന്യൂവിറ്റി, തുടർച്ച, പിന്നെന്താണ് സേഫ്റ്റി, സുരക്ഷിതത്വം, പിന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻസ്, അമ്യൂണിറ്റീസ്. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെസിലിറ്റീസ് കേട്ടോ, സൗകര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ കമ്പോണന്റും എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ കമ്പോണന്റുകളിൽ നിന്ന് വലിയ ചോദ്യങ്ങളൊന്നും വരില്ല. എന്താണ് ഒരു കമ്പോണന്റോട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഞാനിത് ജസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ ഇതൊന്ന് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെച്ചോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിന്നീട് പഠിക്കുമ്പോൾ ഇത് മുഴുവൻ വാരി വലിച്ച് വായിക്കാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ആ കമ്പോണന്റ് കാണുമ്പോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കത്തണം, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം, അത്രേ വേണ്ടി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പഠിച്ചത്? ആക്സസ് ആണ് അല്ലെ. ആക്സസ് അതെന്നെ നോക്കാം. ആക്സസ് ടു സർവീസ്. ഇതാണ് ആക്സസ് ടു സർവീസ്. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ, ആക്സസ് ചെയ്യാം. ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ എൻട്രി എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ, പ്രവേശനം. പ്രവേശനക്ഷമത നമ്മൾ പറയും, നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും, എനിക്കത് ആക്സസബിൾ ആണ്, പക്ഷെ എനിക്കത് കിട്ടും, എനിക്കത് ലഭ്യമാണ്, എനിക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും, റിസീവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതന്നെ ഇവിടെ കേട്ടോ, ആക്സസ് ടു സർവീസ്. എന്താണ് ആക്സസ് ടു സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് വായിക്കുന്നതിനേക്കാളും മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് വായിക്കാം കേട്ടോ. ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ എബിലിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. എബിലിറ്റി എന്നോ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയാം കേട്ടോ, അവസരം എന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓർ ഓപ്പർച്യൂണിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. എന്തിനാണ്? ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസസ്. ടു ഒബ്റ്റെയിൻ അല്ലെങ്കിൽ ടു റിസീവ് അല്ലെങ്കിൽ ടു യൂസ്, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അതായത് ദ എബിലിറ്റി ഓർ ഓപ്പർച്യൂണിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു റിസീവ് അല്ലെങ്കിൽ ടു ഒബ്റ്റെയിൻ മീൻസ് ടു യൂസ് ദ ഹെൽത്ത് സർവീസസ് എന്ന് പറഞ്ഞാല് ഒരു ഹെൽത്ത് സർവീസസ് ലഭിക്കാനുള്ള അല്ലെ, ഒബ്റ്റെയിൻ ലഭിക്കാനുള്ള അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള സ്വീകരിക്കാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റി അല്ലെ, അവരുടെ ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി, അവസരം. ഇതിനെയാണ് അവിടെ എന്തെന്ന് പറയുന്നത്? ആക്സസ് എന്നതുകൊണ്ട് നമുക്കത് ആക്സസബിൾ ആണ്, എനിക്കത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്കത് റിസീവ് ചെയ്യാൻ പറ്റും. അതാണ് അവിടെ ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസസ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു യൂസ് അല്ലെങ്കിൽ ടു റിസീവ് ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസസ്. ആ ഒരു ഹെൽത്ത് സർവീസസ് ലഭിക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താനുള്ള ആ ഒരു വ്യക്തിയുടെ എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിനെയാണ് ആക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻട്രി കേട്ടോ, അത് ആക്സസബിൾ ആണ്, അത്രയേ ഉള്ളൂ. വേറൊന്നും ഓക്കെ, വായിക്കാം നമുക്ക്. Everyone should have an entry. Entry means access തന്നെയാണ് കേട്ടോ. Everyone should have an entry to the quality health care. അല്ലെ, എല്ലാവർക്കും എന്താണ്? ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ കിട്ടാനുള്ള ഒരു എൻട്രി ഉണ്ട്. എല്ലാവർക്കും ആക്സസബിൾ ആവണം അല്ലെ. അല്ലാണ്ട് ഒരു കുറച്ച് പേർക്ക് മാത്രമായിട്ടാണോ വേണ്ടത്? അല്ല, ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ആക്സസബിൾ ആയിരിക്കണം, എല്ലാവർക്കും അത് ലഭ്യമായിരിക്കണം അല്ലെ. അപ്പൊ നോക്കിയേ, കറക്റ്റ് സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എൻട്രി റെഫേഴ്സ് ടു, എൻട്രി മീൻസ് ആക്സസ് കേട്ടോ, ആക്സസ് ഓർ എൻട്രി. ദാറ്റ് റെഫേഴ്സ് ടു ദ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസസ്. ആ ഒരു ഹെൽത്ത് സർവീസസ് ലഭിക്കാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് എൻട്രൻസ് അഥവാ എൻട്രൻസ് അല്ല കേട്ടോ, ആക്സസ് അഥവാ എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളോട് എങ്ങനെ ചോദ്യം വരാന്നറിയോ? ഡാഷ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസസ്. ഏത് കമ്പോണന്റ് ആണ്? ആക്സസ് ആണ് കേട്ടോ, ആക്സസ് ആണ്. ഓക്കെ, ഇത് നോക്കിക്കേ, സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് ദ എൻട്രി. ഇനി ഈ ഒരു എൻട്രിയെ അങ്ങനെ ഒരു ആക്സസിനെ എഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സുകൾ ഉണ്ട് കേട്ടോ. ഈ ഒരു ലഭ്യതനെ ഈ ഒരു ആക്സസിനെ അഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സുകളുണ്ട്.
ഏതൊക്കെയാണ് ഒരു ഫാക്ടേഴ്സ്? ഒന്നാമത്തെ നോക്കിക്കേ, ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്, അതായത് സംസ്കാരങ്ങള്, വിശ്വാസങ്ങള്, ആചാരങ്ങള്. അതായത് നമുക്കൊരു ഹെൽത്ത് സർവീസ് ആക്സസ് ചെയ്യണമെങ്കിൽ, നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ലഭ്യതയെ സ്വാധീനിക്കുന്ന, എഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സുകൾ ഉണ്ട്. അതിൽ 3 ഫാക്ടേഴ്സ് ആണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ ഡിസ്റ്റൻസ്. എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഒരു ഫാക്ടർ ആവുന്നത്? അല്ലെ, ഫാക്ടർ അല്ല, ഡിസ്റ്റൻസ് എങ്ങനെയാണ് അതിനെ എഫക്ട് ചെയ്യുന്നത്? നോക്കിക്കേ, എക്സാമ്പിൾ, very health facility is situated far away, or it is difficult to get the transport to the facility. Access to the quality health care becomes a problem. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരുപാട് ദൂരെയാണെന്ന് വിചാരിക്കാം. ഹെൽത്ത് കെയർ ഫെസിലിറ്റി മീൻസ് ഹോസ്പിറ്റൽ ആണല്ലോ. ഒരു ഹോസ്പിറ്റൽ ഒരുപാട് ദൂരെയാണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അവിടുത്തെ ഹെൽത്ത് സർവീസസ് ആക്സസബിൾ ആവോ? നമുക്ക് എളുപ്പം ലഭ്യമാവോ? ഇല്ല, ആക്സസബിൾ ആവില്ല. കാര്യം എന്താണ്? ആ ഹോസ്പിറ്റൽ നല്ല സേവനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ സേവനം കൊടുത്താലും നമുക്കത് അവിടേക്ക് എത്തിപ്പെടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അവിടെ അത് ഒരുപാട് ദൂരെയാണ് ആ ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് എത്താനുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഹെൽത്ത് സർവീസസ് ആക്സസബിൾ ആവോ? നമുക്കത് ലഭ്യമാവോ? ഇല്ല. ഓക്കെ, അതൊരു ഫാക്ടർ അല്ലേ? ഡിസ്റ്റൻസ് ഒരു ഫാക്ടർ ആണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Where a healthy facility is situated far away, or it is difficult to get transport to the facility, in the combo കൊടുക്കണം കേട്ടോ. Access to the quality health care becomes a problem. അല്ലെ, നമുക്കത് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊരു ഫാക്ടർ ആണ്. ഓക്കെ, ഫാക്ടർ അല്ല, അത് അഫക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് എന്താ? ഫിനാൻഷ്യൽ. അത് ശരിയല്ലേ, നമുക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിൽ നമുക്ക് എത്ര ഗുണമേന്മയുള്ള പരിചരണമാണെങ്കിലും നമുക്കത് കിട്ടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്ത് വേണം? കയ്യിൽ ക്യാഷ് വേണം, അല്ലെ? ഫിനാൻസ്, നമുക്കൊരു എന്താ പറയാ, ഫിനാൻഷ്യൽ ആയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിലാണെങ്കിൽ നമുക്ക് ആ സർവീസ് ആക്സസബിൾ ആവോ? നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുമോ? ഇല്ല. അത് തന്നെ അവിടെ പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ, the people cannot pay for the services rendered. അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് അവർക്ക് പേ ചെയ്യാൻ പറ്റുന്നില്ല. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. പേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സർവീസ് ആക്സസബിൾ ആവോ? സർവീസ് നമുക്ക് ലഭിക്കില്ല, ആക്സസബിൾ ആയിരിക്കില്ല. ഓക്കെ, അതൊരു ഫാക്ടർ ആണ്. പിന്നെ വരുന്നത് കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്, അല്ലെ? നമ്മുടെ സംസ്കാരങ്ങള്, നമ്മുടെ വിശ്വാസങ്ങള്, പിന്നെന്താ നമ്മുടെ വാല്യൂസ്. അതൊരു വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നോക്കിക്കേ, ഇവിടെ പറയുന്നത്, the services provided may not be in keeping with the culture, beliefs and values of some people. അല്ലെ, ചില ആളുകളുടെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങള്, അവരുടെ വാല്യൂസിനനുസരിച്ചുള്ള സേവനങ്ങളായിരിക്കില്ല ഒരുപക്ഷെ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള സേവനങ്ങൾ എന്തെങ്കിലും കിട്ടില്ല, ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു മൾട്ടി കൾച്ചറൽ ഏരിയ, ഒരു മൾട്ടി കൾച്ചറൽ എന്ന് വെച്ചാൽ പലവിധ സംസ്കാരത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ, അവിടെ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഹോസ്പിറ്റൽ കൊടുക്കുന്നത് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് മെഡിസിൻ ആണെന്ന് വിചാരിക്കുക. ഒരു വെസ്റ്റേൺ മെഡിസിൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്, അങ്ങനെയുള്ള സേവനങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞു മൾട്ടി കൾച്ചറൽ ഏരിയ ആണ്, പലവിധ സംസ്കാരത്തിൽപ്പെട്ട ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അതില് ചില ആളുകള് ഈ പറയുന്ന പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഹെർബൽ ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ആയുർവേദം, ആ ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, പാരമ്പര്യമായിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അവർക്ക് ഈ വെസ്റ്റേൺ മെഡിസിൻ കൊടുത്താൽ അവർക്കത് എന്താ പറയാ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം അവരുടെ കൾച്ചർ അങ്ങനെയാണ്. അവരുടെ കൾച്ചർ കൂടുതൽ ഹെർബൽ മെഡിസിൻ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് അങ്ങനെയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു വെസ്റ്റേൺ മെഡിസിൻ സർവീസ് കൊടുത്താൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അന്ന് പറഞ്ഞാൽ അവർക്കത് ആക്സസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. The service provided may not be in keeping with the culture, beliefs and values of some people. ചില ആളുകളുടെ എങ്കിലും അവരുടെ സംസ്കാരം, അവരുടെ വിശ്വാസം, അവരുടെ വാല്യൂസിനനുസരിച്ചുള്ള സേവനങ്ങളായിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കാരണം കൊണ്ട് അവർക്ക് അത്തരം സേവനങ്ങൾ ആക്സസിബിൾ ആവില്ല. ഓക്കെ, ഇതിന് മനസ്സിലാക്കാനുള്ളത് ആക്സസ് എന്താണ്? ആക്സസ് എന്ന് പറഞ്ഞ കമ്പോണന്റ് എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓർ ഓപ്പർച്യൂണിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസസ്. അല്ലെ, അതിനെ അഫക്ട് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. ഒന്ന് ഡിസ്റ്റൻസ് ആണ്, മറ്റൊന്ന് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, മറ്റൊന്ന് കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ഇത്രയും അവിടെ മനസ്സിലാക്കണം, വേറെ ഒന്നും കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? കമ്പോണന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, നിങ്ങളിത് കമ്പോണന്റുകളാണ് കേട്ടോ. മനസ്സിലാ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു 5 മിനിറ്റ്സ് നിങ്ങളൊന്ന് വായിക്കും. 5 മിനിറ്റ്സ് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം.
ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഒന്നും പറയാനില്ല അല്ലെ? പിന്നെന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങള്? അപ്പൊ വിശേഷങ്ങളൊന്നുമില്ല പറയാൻ, സുഖമാണ്. ഓക്കെ, സുഖം. എങ്ങനെയുണ്ട് ചൂടൊക്കെ? ചൂട് ഭയങ്കര ചൂടല്ലേ? ഭയങ്കരം. ഓക്കെ, റെന്റേഡ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന വാടകയ്ക്ക് എടുക്കാന്നുള്ള അർത്ഥമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സേവനങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എടുക്കുന്ന സേവനങ്ങൾക്ക് നമുക്ക് പേ ചെയ്യാൻ പറ്റുന്നില്ല, പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, അത് ആക്സസിബിൾ ആണല്ലോ. ഓക്കെ, നമുക്ക് എത്ര ക്വാളിറ്റി സർവീസ് ഉണ്ടെങ്കിലും നമുക്കത് സർവീസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പേ ചെയ്യണം അല്ലെ? റെന്റ് ചെയ്യാന്ന് വെച്ചാൽ വാടകയ്ക്ക് എടുക്കാന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന സേവനങ്ങള്. ആദ്യകനസിന് കുറച്ച് ബുദ്ധിമുട്ട്, മീൻസ് വയ്യായ സൗണ്ടിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മിസ് വരാതിരുന്നത് കേട്ടോ. തീരെ വയ്യ തോന്നുന്നു. പിന്നെ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്, സൗണ്ടിനൊക്കെ ഭയങ്കര ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് തീരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ലീവ് എടുത്തത്. പഠിക്കണോട്ടോ നിങ്ങള്. ഈ ഒരു തേർഡ് ഫോർത്ത് മൊഡ്യൂൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ നോമ്പൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, ഷെഫിനക്ക് നോമ്പായിരിക്കുമല്ലോ, നോമ്പല്ലേ ഇപ്പൊ? ഓക്കെ, അബ്ദുൽ സലാം. ഓക്കെ, നോമ്പിലാണ് അല്ലെ? എങ്ങനെ ഈ ചൂടത്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എക്സാം ഡേറ്റ് ഇല്ല, എക്സാം ഡേറ്റ് വരും കേട്ടോ. ഓക്കെ, തേർഡ് ഫോർത്ത് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴേക്കും എക്സാം പറയും കേട്ടോ. ഈ ചാപ്റ്റേഴ്സുകൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളല്ലേ, ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ പറയാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുന്നതും വേണം, മനസ്സിലാക്കി നമുക്ക് എടുക്കണമല്ലോ. വേറെ രീതിയിൽ എളുപ്പമാണെങ്കിൽ എടുത്തൊക്കെ പോവാൻ നമുക്ക്, പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലാവണം. ആ രീതിയിൽ എടുക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും. ശരി, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആക്സസ് എന്താന്നുള്ളത് മനസ്സിലായല്ലോ. 12 മണിക്ക് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, ആക്സസ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഇസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസസ്. അതൊരു കമ്പോണന്റ് ആണ്. അതിന് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഡിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. രണ്ടാമത്തെ നോക്കിയേ, ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പൊ തന്നെ കാണുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആണ് അല്ലെ? ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കേതികമായിട്ടുള്ള കഴിവ്. എന്താണ് അതിനകത്ത് പറയുന്നത്? ഒന്നുമല്ല, ഇറ്റ് ഈസ് ദ, ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, ഞാൻ നോട്ടൊന്നും തരണതല്ല, ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ. ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ to apply their knowledge, അതുപോലെ തന്നെ സ്കിൽസ്, എക്സ്പീരിയൻസ്, to perform a specific task or occupation. നിങ്ങളുടേതായ ഭാഷ മലയാളത്തിലായാലും എഴുതി വെച്ചാൽ മതി കേട്ടോ. അതായത് ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് വെച്ചാൽ സാങ്കേതികമായിട്ടുള്ള കഴിവ് എന്ന് പറഞ്ഞാല് നമ്മൾ പഠിക്കുന്ന നോളജ് ഉണ്ടല്ലോ, നമ്മൾക്ക് ലഭിക്കുന്ന അറിവ്, അത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത്, നിങ്ങൾ തിയററ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ? തിയറി ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇനി നിങ്ങൾ ജോലി കിട്ടി, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ജോലിയിലോട്ട് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നതായിട്ട് വരും അല്ലെ? അതാണ് പ്രാക്ടിക്കൽ നോളജ് ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്ര തിയററ്റിക്കലായിട്ട് നമ്മൾ പഠിച്ചാലും നമുക്ക് എന്ത് വേണം? പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? നമ്മളിങ്ങനെ കുറെ പഠിക്കുന്നു, നമ്മൾ വായിക്കുന്നു, കുറെ തിയറി ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു, പക്ഷെ നമ്മൾ ലൈഫിലോട്ട് വരുമ്പോൾ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അവിടെ അപ്ലൈ ചെയ്യാണ് അല്ലെ? അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അതിനൊരു കഴിവ് വേണം അല്ലെ? അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം അല്ലെ? അതാണ് അവിടെ ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു അപ്ലൈ ദെയർ നോളജ് അല്ലെ? ടു അപ്ലൈ ദെയർ നോളജ്, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക പ്രവർത്തനം ചെയ്യാനായിട്ട് ആ നോളജ് അപ്ലൈ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്കില്ല്, എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്. അതാണ് അവരുടെ ടെക്നിക്കൽ കോമ്പിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ കേട്ടോ, വേറെ ഒന്നും അതിനകത്ത് പറയുന്നില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിക്കാം.
ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷ്വറൻസ് കേട്ടോ. ഒരു ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് ക്വാളിറ്റി അഷ്വറൻസിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഒരു സൂചകമായിട്ട് പറയുന്ന ഒന്നാണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ് സജസ്റ്റ് ദാറ്റ് we should have a sufficient knowledge and skills to perform our functions in order to provide the quality service. അല്ലെ, നമുക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സേവനങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അതിനുള്ള നോളജ് വേണം അല്ലെ. നമ്മുടെ നോളജ്, നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ പോലെ പറയുന്നതാണ്. Example, one must go to a nursing school and pass the nursing examination before she can work as a nurse. ഒരു ആൾക്ക് നഴ്സായിട്ട് വർക്ക് ചെയ്യണം. നഴ്സായിട്ട് ഒരു ജോലിയിൽ വരെ പ്രവേശിക്കുമ്പോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഓടിപ്പോയി ഒരു ദിവസം പോയി നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവർ എന്ത് ചെയ്യണം? ആദ്യം നഴ്സിംഗ് സ്കൂളിൽ പോകണം അല്ലെ, നഴ്സിംഗ് അവർ പഠിക്കണം, ആ ഒരു എക്സാം അവർ പാസ്സാവണം. ആ ഒരു പ്രാക്ടിക്കൽ നോളജ് അപ്ലൈ ചെയ്യുമ്പോഴേ അവരൊരു നഴ്സായിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ നമുക്കൊരു സഫീഷ്യന്റ് നോളജ് എപ്പോഴും ഉണ്ടാവും അല്ലെ. ആ നോളജ് അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവ്, അതാണ് അവിടെ ടെക്നിക്കൽ കോമ്പീറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, even though we are no longer in school, we have to continue to refine our knowledge by reading health books and attending in-service training workshops, etc. അല്ലെ, ഇപ്പൊ നമ്മളിപ്പോഴും കുറെ കാലം സ്കൂളിലോ മറ്റോ ഒന്നും പഠിക്കുന്നില്ല, പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ നോളജ് എപ്പോഴും നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. റിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, റിഫൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്യൂരിഫൈ ചെയ്യാം, പ്യുവർ ആക്കാം അല്ലെ. നമ്മുടെ നോളജ് എപ്പോഴും നമ്മൾ ഷാർപ്പ് ആക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഹെൽത്ത് ബുക്കുകൾ വായിച്ച് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മുടെ നോളജ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ ഒരു ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായ രീതിയിൽ പല പല സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാവുന്ന അറിവുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വായിച്ച് മനസ്സിലാക്കി കണ്ട് കേട്ടറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അറിവിനെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? റിഫൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോഴേ നമുക്ക് ഒരു ക്വാളിറ്റി സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. Since we are health professionals, we should also understand our limits, that is, know what we can do and what we cannot do. പിന്നെ മാത്രമല്ല, ഒരു ഹെൽത്ത് പ്രൊഫഷണൽസ്, ഇപ്പൊ നിങ്ങളും ഒരു ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവുന്ന ആളുകളാണ്, അപ്പൊ നിങ്ങളും പ്രൊഫഷണൽസ് ആണ്. അപ്പൊ ഒരു പ്രൊഫഷണൽസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്നതിനെ പറ്റിയുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെ. With regard to what we cannot do, we are expected to refer them to other centers or personnel who are more proficient to tackle them. ടാക്കിൾ എന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യാം കേട്ടോ. ടാക്കിൾ എന്ന വാക്കിന്റെ അർത്ഥം കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്കായിട്ട് ഒരാൾ നമ്മളെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യാൻ സാധിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ അവരെ റെഫർ ചെയ്ത് വിടണം അല്ലെ. നമ്മളെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. നിങ്ങൾ കൂടുതലും ചെയ്യുന്നത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സർവീസുകളായിരിക്കും, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സേവനങ്ങളായിരിക്കും, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതലും നിർവഹിക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നിട്ട് ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു സേവനങ്ങൾക്കായിട്ട് ഒരു പേഷ്യന്റ് നിങ്ങളുടെ അടുത്ത് സമീപിച്ചാൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ക്ലിനിക്കൽ സേവനങ്ങൾ കൊടുക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും മറ്റുള്ളവരും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യാൻ സാധിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് അവർ ഡയറക്റ്റ് ചെയ്ത് വിടണം അല്ലെ, വേണ്ടേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. Our practice should also be controlled by lay down standards and guidelines. Example, standard treatment guidelines. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഏത് ഹെൽത്ത് കെയർ പ്രാക്ടീസസും that should follow the strict guidelines and standards അല്ലെ. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങള്, മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്? ഹെൽത്ത് കെയർ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻ, STG എന്നാണ് പറയുന്നത്. STG, സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഓരോ മെഡിക്കൽ കണ്ടീഷനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു പ്രോട്ടോകോൾസ്, ഓക്കെ, അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻ എന്ന് പറയുന്നത്. ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ. അതിപ്പോ നമ്മൾ ലബോറട്ടറി പഠിച്ചപ്പോൾ നിങ്ങൾ അതിലും പഠിച്ചിട്ടുണ്ടാവും. ലബോറട്ടറിയിലാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള കുറെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ്ലൈൻസ് ഉണ്ട്. അതിന് വിധേയമായിക്കൊണ്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും അങ്ങനെയുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് നിൽക്കുക. അതൊന്നും വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു അപ്ലൈ ദെയർ നോളജ്, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് കേട്ടോ.
ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്വായത്തമാക്കിയ നോളജ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഒരാളുടെ കഴിവ്, പ്രാക്ടിക്കൽ ഒരു കോമ്പിറ്റൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണല്ലോ, ടെക്നിക്കൽ കോമ്പിറ്റൻസ്. മൂന്നാമത്തെ കമ്പോണന്റ് പറയുന്നത് ഇക്വിറ്റി ആണ് കേട്ടോ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സമത്വം. ഓക്കെ, സമത്വം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൊവൈഡിങ് ഈക്വൽ ക്വാളിറ്റി ഓഫ് കെയർ ടു ഓൾ ഇൻഡിവിജ്വൽസ് അല്ലെ. പ്രൊവൈഡിങ് ഈക്വൽ ക്വാളിറ്റി ഓഫ് കെയർ ടു ഓൾ ഇൻഡിവിജ്വൽസ് അല്ലെ, റിഗാർഡ്ലെസ് ഓഫ് ദെയർ റേസ്, കമ്മ്യൂണിറ്റി, ജെൻഡർ, അതുപോലെ അവരുടെ ഇൻകം, സോഷ്യൽ സ്റ്റാറ്റസ് എക്സെട്ര. അത്രയേ ഉള്ളൂ അതിനകത്ത്. സമത്വമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. എല്ലാ ആളുകൾക്കും ഒരുപോലെയുള്ള സേവനങ്ങൾ, എല്ലാ തുല്യമായിട്ടുള്ള സേവനങ്ങൾ എല്ലാ ആളുകൾക്കും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ വ്യക്തികളുടെ ഇൻകമോ അല്ലെങ്കിൽ അവരുടെ ജെൻഡറോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതൊന്നും പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാം അല്ലെ. അതാണ് അവിടെ ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. നമുക്ക് വായിക്കാം. ക്വാളിറ്റി സർവീസസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു all people who are in need of them, be they poor, children, adult old people, pregnant women, disabled, etc. അവിടെ നമ്മള് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അല്ലെങ്കിൽ കുട്ടികളെന്നോ വയസ്സായവരെന്നോ അങ്ങനെയൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല അല്ലെ. എല്ലാ ആളുകൾക്കും ഒരു ക്വാളിറ്റി സർവീസ് എല്ലാവർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, quality services should be made available in all parts of the country, in villages, towns and cities. അല്ലെ, ഏറ്റവും ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് വില്ലേജിലായിക്കോട്ടെ, ഏത് ടൗണിലായിക്കോട്ടെ, ഒരിക്കലും ഒരു കാസ്റ്റിന്റെയോ ജെൻഡറിന്റെയോ ഇൻകമിനെയോ പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യും. അതാണ് അവിടെ ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സമത്വം അല്ലെ. ഓക്കെ, അടുത്ത പോയിന്റ് കേട്ടോ, ഇഫക്റ്റീവ്നെസ്. എന്താണ് ഇഫക്റ്റീവ്നെസ്? ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലപ്രാപ്തി അല്ലെ. എന്താണ് ഫലപ്രാപ്തി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇഫക്റ്റീവ്നെസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ providing the quality care that generate the positive change in the patient's health അല്ലെ. that generate the positive change അല്ലെ, positive change in the patient health. ഫലപ്രാപ്തി എന്ന് പറഞ്ഞാല് ഒരു രോഗിക്ക് ഏറ്റവും അവരുടെ ഹെൽത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് അല്ലെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കുന്ന രീതിയിൽ എന്ത് കൊടുക്കുക? പരിചരണം കൊടുക്കുക. അതാണ് അവിടെ ഇഫക്റ്റീവ്നെസ് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു പോസിറ്റീവ് ഔട്ട്കം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവുന്ന രീതിയിൽ എന്ത് കൊടുക്കുക? ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക. അതാണ് അവിടെ ഇഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് എന്താണ് മനസ്സിലാക്കുക കേട്ടോ. വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ടൈപ്പ് ഓഫ് കെയർ ദാറ്റ് ജനറേറ്റ് ദ പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ പേഷ്യൻസ് ഹെൽത്ത് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ. നമ്മൾ ഒരു പേഷ്യന്റിന്റെ ഹെൽത്തിൽ അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിൽ പോസിറ്റീവ് ചേഞ്ച് ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കെയറിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെയാണ് അവിടെ ഇഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. We therefore provide the treatments that are known to be fruitful. That means വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ നോക്കിയാൽ പറയുന്നത്, ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയേറിയ ഓറൽ റീഹൈഡ്രേഷൻസ് ആണ് ORS അല്ലെ. ഇപ്പൊ നമ്മൾ ഡയേറിയ വന്നിട്ടുള്ള കുട്ടികൾക്ക്, വയറിളക്കം ഛർദ്ദിയൊക്കെ ഒരുമിച്ച് കുട്ടികൾക്ക് വന്നാൽ നമ്മൾ ഉടനടി എന്ത് കൊടുക്കണം? ORS കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണ്? ആ ഒരു കുട്ടിയിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് അവിടെ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഒരു ORS കൊടുക്കുന്നത്. ഡയേറിയ വന്നിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകണം, ഒരു പോസിറ്റീവ് ചേഞ്ച് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ORS എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മരുന്ന് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഒരു ചോദ്യം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ORSന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ORS എന്താണ്? ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് ആണ് കേട്ടോ. നമുക്ക് ഈ അങ്കണവാടികളിൽ ഒക്കെ കിട്ടും അല്ലെ, ORS അല്ലെ, ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്. റീഹൈഡ്രേറ്റ് ചെയ്യാണ് കേട്ടോ. കാര്യം ഈ ഛർദി വയറിളക്കൊക്കെ വരുമ്പോ ഒരുപാട് വെള്ളം നഷ്ടപ്പെടും. റീഹൈഡ്രേറ്റ് ചെയ്യാം കേട്ടോ. അതാണ് പഠിച്ചു വെക്കുന്ന കേട്ടോ ORSന്റെ ഫുൾ ഫോം. ഓക്കെ, അത്രയേ ഉള്ളൂ ഇഫക്റ്റീവ്നെസ്. പിന്നെന്താണ്? എഫിഷ്യൻസി അല്ലെ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യക്ഷമത അല്ലെ. കാര്യക്ഷമത എന്താണ്? കാര്യക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊവൈഡിങ് ദ കെയർ അല്ലെ. നമുക്കിത് വായിച്ചിട്ട് പറയാം കേട്ടോ. Efficiency is the provision of high quality care at the least possible cost. Underline ചെയ്യാം കേട്ടോ. least possible cost. ഏറ്റവും കുറഞ്ഞ ചെലവില് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുക. അതാണ് അവിടെ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എഫിഷ്യൻസിയും
ഇഫക്റ്റീവ്നെസ് മാറിപ്പോകരുത് കേട്ടോ. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചേഞ്ച് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൊവൈഡിങ് ക്വാളിറ്റി കെയർ, അതാണ് ഇഫക്റ്റീവ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പോസിബിൾ, ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ് കേട്ടോ, ഏറ്റവും കുറഞ്ഞ ചെലവില് ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക, അതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, വേറെ കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. We are expected to make the best use of resources and avert the waste of our meager resources. Meager എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുച്ഛമായ എന്നുള്ള അർത്ഥമാണ്. മീഗർ, ഓക്കെ, ME-GR, മീഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? തുച്ഛമായിട്ടുള്ളത് കേട്ടോ. എന്ന് പറഞ്ഞാല് നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം, കാര്യക്ഷമമായിട്ട് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, അല്ലെ? അത് എന്ന് വെച്ചാൽ അതിന്റെ അവർക്ക് ദ വേസ്റ്റ് ഓഫ് അവർ മീഗർ, അവർക്ക് എന്ന് വെച്ചാൽ പാഴാക്കാം, അല്ലെ? നമ്മൾ പ്രത്യേകിച്ച് വേസ്റ്റുകൾ വരാതെ, അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സുകളെ ഒരു തരത്തിലും പാഴാക്കാതെ, അല്ലെ? തുച്ഛമായിട്ടുള്ള റിസോഴ്സുകളെ ഉണ്ടാവുള്ളൂ, എങ്കിൽ കൂടിയും അതിനെ പാഴാക്കാതെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതാണ് അവിടെ എഫിഷ്യൻസി എന്നത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Okay, we waste resources by prescribing unwanted drugs, stocking more drugs than is needed, and making them expire by buying supplies and equipment we do not use. പലപ്പോഴും എന്താണ്, നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത്, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകൾ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്ത്, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോകും, അതൊക്കെ പാഴായി പോകും, അല്ലെ? ആ ഒരു രീതിയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിസോഴ്സുകൾ പാഴാക്കാനായിട്ട് പാടില്ല കേട്ടോ. നോക്കിക്കേ, വാട്ട് ഹാപ്പൻസ് വെൻ വി സ്റ്റോക്ക് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്? ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമുക്കിപ്പോ ആവശ്യത്തിൽ കൂടുതൽ ഡ്രഗ്സുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ അത്രയും അതിവിടെ നഷ്ടപ്പെടുത്താണ്, പാഴാക്കി കളയാണ്, അല്ലെ? അപ്പൊ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പ്രൊവൈഡിങ് ദ ക്വാളിറ്റി കെയർ ഇൻ സച്ച് എ വേ ദാറ്റ്, ഏതൊക്കെ രീതിയിലാണ് ക്വാളിറ്റി കെയർ കൊടുക്കേണ്ടത്? ഒന്ന് എന്താണ്, മാക്സിമം മിനിമൈസ് ദ കോസ്റ്റ്, അല്ലെ? മിനിമം വേസ്റ്റില്, മിനിമൈസസ് ദ വേസ്റ്റ് കേട്ടോ, വേസ്റ്റ് കുറച്ചുകൊണ്ട്, അല്ലെ? മിനിമൈസസ് ദ വേസ്റ്റ് കുറച്ചുകൊണ്ട്, അതുപോലെ തന്നെ റെഡ്യൂസസ് ദ എക്സ്പെൻസസ്, അല്ലെ? റെഡ്യൂസസ് ദ കോസ്റ്റ്, പരമാവധി കോസ്റ്റ് കുറച്ചുകൊണ്ട്. പിന്നെ എന്താണ്, ഒപ്റ്റിമൈസ് ദ റിസോഴ്സസ്, അല്ലെ? ഏറ്റവും നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക കേട്ടോ. ഒപ്റ്റിമൈസസ് ദ റിസോഴ്സസ്, നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്താം. ഈ രീതിയിൽ ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രൊവൈഡിങ് ദ ക്വാളിറ്റി കെയർ ഇൻ സച്ച് എ വേ ദാറ്റ് മിനിമൈസസ് ദ വേസ്റ്റ്, അതുപോലെ തന്നെ എന്താണ്, പറയുന്ന റെഡ്യൂസസ് ദ എക്സ്പെൻസ്, അല്ലെ? റെഡ്യൂസസ് ദ കോസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഒപ്റ്റിമൈസ് ദ റിസോഴ്സസ്, അല്ലെ? ഏറ്റവും നല്ല രീതിയിൽ റിസോഴ്സ് ഉപയോഗപ്പെടുത്തിയിട്ട് എന്താണ്, ടു അച്ചീവ് ദ ബെറ്റർ ഔട്ട്കം, അല്ലെ? ഒരു ഏറ്റവും നല്ലൊരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് അവിടെ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അധികം പാഴാക്കാതെ ഏറ്റവും കുറഞ്ഞ ചെലവില് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ കാര്യക്ഷമമായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ട് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതാണ് അവിടെ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ ആറാമത്തെ എന്താണ് പറയുന്നത്, കണ്ടിന്യൂവിറ്റി ആണ് കേട്ടോ. കണ്ടിന്യൂവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, തുടർച്ചയാണ്, അല്ലെ? തുടർച്ചയാണ്. എന്താണ് നോക്കിക്കേ, continuity implies that the client receives the full range of health services as he or she needs. Underline ചെയ്തിരിക്കുക കേട്ടോ. ഫുൾ റേഞ്ച് ഓഫ് ഹെൽത്ത് സർവീസസ്. എന്താണ് കണ്ടിന്യൂവിറ്റി, തുടർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, the client receives the full range of health services. അതായത് ഏറ്റവും വിപുലമായിട്ടുള്ള ഫുൾ റേഞ്ച് ഓഫ് ഹെൽത്ത് സേവനങ്ങൾ ഒരു ക്ലയന്റിന് റിസീവ് ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവർക്കൊരു പരിചരണം കൊടുക്കുമ്പോൾ അതിലൊരിക്കലും എന്ത് വരാൻ പാടില്ല, ബ്രേക്കേജ് വരാനായിട്ട് പാടില്ല, അല്ലെ? തുടർച്ച നഷ്ടപ്പെടുത്തരുത്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ കണ്ടിന്യൂസ്ലി അവർക്ക് നല്ലൊരു പരിചരണം അവർക്ക് കൊടുക്കണം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്, അല്ലെ? കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, that when the case is beyond us, we refer him or her to the right level for further care. എന്ന് പറഞ്ഞാല് കണ്ടിന്യൂറ്റി ഒരിക്കലും നഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു ഹെൽത്ത് ഫെസിലിറ്റിയിൽ നമ്മുടെ അടുത്തേക്ക് ഒരു പേഷ്യന്റ് വരുന്നു, അപ്പൊ നമുക്ക് ചിലപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടരുത്, അല്ലെ? ആ ഹെൽത്ത് കെയറിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടരുത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് കുറേയും കൂടെ ബെറ്റർ ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ അവരെ റെഫർ ചെയ്ത് വിടണം. അതല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് ഒരു പേഷ്യന്റ് വരുന്നു, നമുക്ക് വേണ്ടത്ര ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള
സൗകര്യങ്ങളില്ല എങ്കിൽ നമ്മൾ അവർ പറഞ്ഞേക്കാണോ വേണ്ടത്? അല്ല, അവർക്ക് കുറച്ചും കൂടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് അവരെ നമ്മൾ റെഫർ ചെയ്ത് വിടണം. എന്നാൽ മാത്രമേ ആ ഒരു കണ്ടിന്യൂറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഒരു ക്വാളിറ്റി കെയർ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദാറ്റ് കേസ് ബിയോണ്ട് us. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യം അല്ലെങ്കിൽ വി റെഫർ him or her to the right level for further care. Okay. പിന്നെ നോക്കിയേ, എങ്ങനെയൊക്കെ നമുക്ക് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാം എന്നാണ് പറയുന്നത്. കണ്ടിന്യൂറ്റി മേ ബി അറ്റൈൻഡ് by the patient seeing the same primary health care worker or by keeping the exact health records so that another staff can have sufficient information to follow on the patient. അല്ലെ, നമുക്ക് കണ്ടിന്യൂറ്റി എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം? ഒന്നില്ലെങ്കിൽ അവർ കാണുന്ന ഫിസിഷ്യനെ പോയി കണ്ട് നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് ചോദിച്ച് ആ ഒരു കെയറിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടാം. അതല്ലെങ്കിലോ ഹെൽത്ത് റെക്കോർഡ് പരിശോധിച്ചാൽ പോലെ, നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചതല്ലേ? മെഡിക്കൽ റെക്കോർഡിൽ എന്താണ്? ഒരു പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി അതിനകത്ത് രേഖപ്പെടുത്തും അല്ലെ? അപ്പൊ ആ ഒരു മെഡിക്കൽ റെക്കോർഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കണ്ടിന്യൂറ്റി, അവർക്ക് കൊടുക്കേണ്ട കെയറിന്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്നുമില്ല കേട്ടോ, കണ്ടിന്യൂറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്താണ് കണ്ടിന്യൂറ്റി? that the client receives the full range of health service. അടുത്തതാണ് സേഫ്റ്റി. ഓക്കെ, ഏഴാമത്തെ കമ്പോണന്റ് ആണ് സേഫ്റ്റി. എന്താണ് സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സേഫ്റ്റി എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് ദ ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് പ്രൊവൈഡിങ് ദ ക്വാളിറ്റി ഓഫ് കെയർ? അതും എന്താണ് ഫ്രം ദ പ്രൊട്ടക്ടിങ് ദ പേഷ്യൻസ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ മതി, പ്രൊട്ടക്ടിങ് ദ പേഷ്യൻസ് ഫ്രം ഹാം, ഇഞ്ചറി, അതുപോലെ തന്നെ പല പ്രോബ്ലംസ് ഈ പറയുന്ന എന്താ പറയുക എറർ വൈൽ ദേ റിസീവിംഗ് ദ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു രോഗിക്ക് നമ്മൾ ഹെൽത്ത് സർവീസ് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു അപകടങ്ങളും വരാത്ത രീതിയിൽ, ഒരു തരത്തിലും ദോഷം വരുത്താത്ത രീതിയിൽ അവർ പ്രൊട്ടക്ട് ചെയ്യാം. അതാണ് അവിടെ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾ എന്ത് ഹെൽത്ത് കെയർ സേവനങ്ങൾ കൊടുത്താലും അവർക്കൊരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എററോ വരാനായിട്ട് പാടില്ല. അവർക്ക് ഒരു തരത്തിലും ദോഷം വരുത്താതെ അവർ പ്രൊട്ടക്ട് ചെയ്യാം. പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല പരിചരണം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതാണ് അവിടെ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വായിക്കാം നമുക്ക്. സേഫ്റ്റി ഇംപ്ലൈസ് ദാറ്റ് when providing health services, നമ്മൾ ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ we reduce to the barest minimum injuries അല്ലെ. ഏറ്റവും അതായത് ഇഞ്ചുറീസിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെ ഇൻഫെക്ഷൻസ് ആൻഡ് ഹാർംഫുൾ ആഫ്റ്റർ ഇഫക്ട്സ് ആൻഡ് അതർ ഡേഞ്ചേഴ്സ് ടു ദ ക്ലയന്റ്സ് ആൻഡ് ടു ദ സ്റ്റാഫ്. എന്നുവെച്ചാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഞ്ചുറി, ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിലൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യാം. When providing quality care, നമ്മളൊരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ we should not put the patient life at risk. ഒരിക്കലും നമ്മളൊരു പേഷ്യന്റിന്റെ ലൈഫിനെ റിസ്കിലാക്കാൻ പാടില്ല അല്ലെ, അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കിയേ, we should not give the insecure blood to the patients and thereby infect them with HIV or AIDS അല്ലെ. ഇപ്പൊ നമ്മളൊരു ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നമ്മൾ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് പല ട്രാൻസ്മിറ്റബിൾ ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് വേണം? അവിടെ സേഫ്റ്റി ഉറപ്പാക്കണം അല്ലെ. ഒരു കാരണവശാലും നമ്മൾ ഒരു ഇൻസെക്യൂർ ബ്ലഡ് ആളുകൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. കാര്യം എന്താ? അവർക്ക് അതിൽ നിന്ന് പല അസുഖങ്ങൾ വരും. അതൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹെൽത്ത് സർവീസ് കൊടുക്കുമ്പോൾ പേഷ്യന്റിനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അവരുടെ സേഫ്റ്റി എന്താണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. കൺസെപ്റ്റ് എത്രയുണ്ട്? സേഫ്റ്റി. ഓക്കെ, എട്ടാമത്തെ പോയിന്റ് ഇതാണ് കേട്ടോ. ഒരു സമയം കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് 2 പോയിന്റും കൂടെ പറയാനുണ്ട് കേട്ടോ. സേഫ്റ്റി വരെ ക്ലിയർ അല്ലേ? 9 കമ്പോണന്റ് ഉണ്ട്. പഠിച്ച കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? ആക്സസ് നമ്മൾ പറഞ്ഞു, ടെക്നിക്കൽ കോമ്പീറ്റൻസ് പറഞ്ഞു, ഇക്വിറ്റി അല്ലെ, ഇക്വിറ്റി പറഞ്ഞു, പിന്നെ ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി. ഇത്രയും കമ്പോണൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർപേഴ്സണൽ അമ്യൂണിറ്റീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതോടുകൂടിയ കമ്പോണന്റ് കഴിഞ്ഞു. ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? Okay, ma'am. ഓക്കെ,
ശരി കേട്ടോ, വായിക്കും. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു. Thank you. Thank you, ma'am.